ഈ പ്രഭാതത്തിൽ ഞാൻ കർത്താവിൽ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസി ഫെലോഷിപ്പിന്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന അജയ് സിസ്റ്റർ, എന്റെ കുടുംബം, കർത്താവിന്റെ ദാസൻ, ഈ വാത്സല്യ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ, സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ആമേൻ, ഈ ദിവസങ്ങളിലായി നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയിൽ ആമേൻ നിങ്ങളോട് ചേർന്ന് ആമേൻ ഈ ദിവസത്തിലായിരിക്കാൻ ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഈ ആണ്ടിന്റെ ആരംഭ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ആയിരിക്കാൻ കർത്താവ് കൃപ നൽകുന്നല്ലോ. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ മേലിരിക്കുന്നു എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നത് പോലെ ആണ്ടിന്റെ ആരംഭത്തിൽ ദൈവമഹത്വം അന്വേഷിക്കാൻ കർത്താവ് കൃപ നൽകുന്നല്ലോ. ആമേൻ. ദൈവത്തിന്റെ എല്ലാ ആമേൻ, സ്തോത്രം. കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ചില സമയങ്ങൾ നമ്മുടെ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം കൂടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. Thank you, Jesus. Glory, Lord. Hallelujah. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വലിയ മഹത്വം ആമേൻ നാം എല്ലാം കാണുവാൻ ഇടവരട്ടെ. വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പ്രഭാത കാലത്ത് നിങ്ങൾ യഹോവയുടെ മഹത്വം കാണും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഓരോ പ്രഭാതങ്ങളും ദൈവത്തിന് പ്രധാനമുള്ളതാണ്. ആമേൻ, സ്തോത്രം. ലോകത്തിലെ ജനം, ആമേൻ, ലോകത്തിലെ മനുഷ്യൻ മുഴുവനും കിടന്നുറങ്ങുമ്പോൾ പ്രൈസ് ഗോഡ് ഈ പ്രഭാതത്തിൽ നാം എഴുന്നേറ്റിരിക്കുന്നത് അവിടുത്തെ മഹത്വം കാണുവാനാണ്, അവിടുത്തെ ശബ്ദം കേൾക്കുവാനാണ്. ആമേൻ. ഹല്ലേലൂയ. അവിടുത്തേതായ സ്പർശനത്തിന് വേണ്ടിയിട്ടാണ്. ആമേൻ, സ്തോത്രം. ആത്മീയനായ ഒരു ദൈവവേദന വ്യക്തമായിട്ട് അറിയാം. ആമേൻ. അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാത സമയങ്ങൾ ആമേൻ അവൻ ആരംഭിക്കുന്നത് ലോകത്തിലോ ആമേൻ ലോകത്തിന്റെ മീഡിയകളിലോ ആമേൻ മറ്റൊന്നിലോ അല്ല. ആമേൻ അവൻ ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ് ജീസസ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് ഒത്തിരി നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഓ, നിന്റെ വലിയ സാന്നിധ്യം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പകരുന്നതിനായി നന്ദി പറയുന്നു. കർത്താവ് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. ചില സമയങ്ങളൊന്ന് ആമേൻ, സ്തോത്രം, അധരങ്ങൾ തുറന്ന് ആമേൻ എല്ലാ ദൈവമക്കളും അധരങ്ങൾ തുറന്ന് പരിശുദ്ധാത്മാവിൽ ആമേൻ ഒന്ന് പ്രാർത്ഥിക്കാൻ. ഈ പ്രാരംഭ നിമിഷങ്ങളിൽ തന്നെ ആമേൻ ചില രോഗബന്ധനങ്ങൾ അഴിയട്ടെ, ചില പൈശാചിക പോരുകൾ അഴിഞ്ഞു മാറട്ടെ. വെള്ളത്തിന്റെ മീതെ ചരിച്ചിറങ്ങിയ പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. Thank you, Lord. Thank you, Lord. Thank you, Lord. Glory to Jesus. Hallelujah. Oh, Rianthala Basha Thala Bala 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 Bala. Ashisha Mariunda. Ananda Vagdatame. Mel Ninnu Rakshagan Malgum. ആശ്വാസകാലങ്ങളെ ആശീഷമാരി ആശീഷം പെയ്യണമേ. കൃപകൾ വീഴുന്നു ചാരി വന്മഴ താദൈവമേ. ആശീഷമാരി
ശീശമാരി ചേർന്ന് പാടാമോ? ആശീഷം പെയ്യണമേ. കരങ്ങൾ ഉയർത്തി കൃപകൾ വീഴുന്നു ചാരി വന്മഴ ദൈവമേ. ആശീഷമാരിയുണ്ടാകും വീണ്ടും നല്ലുണർവുണ്ടാകും കുന്നു പള്ളങ്ങളിന്മേലും കേൾവന്മഴയിൻ സ്വരം. ആശീഷമാരി ആശീഷം പെയ്യണമേ. കൃപകൾ വീഴുന്നു ചാരി വന്മഴ യേശുവേ. കൃപകൾ വീഴുന്നു ചാരി വന്മഴ ദൈവമേ. ആശീഷമാരി ആശീഷമാരി ആശീഷം പെയ്യണമേ. കൃപകൾ വീഴുന്നു ചാരി വന്മഴ ദൈവമേ. കൃപകൾ വീഴുന്നു ചാരി വന്മഴ ദൈവമേ. Yes, Lord. Hallelujah. Radhabakatalaba. പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ആശ്വാസ കാലങ്ങൾ കർത്താവെ നീ അയക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദി പറയുന്നു. യെസ് ലോർഡ്. ഹല്ലേലൂയ. എല്ലാ മേഖലയിലും നിന്റെ വലിയ കൃപ ആമേൻ ചലിച്ചിറങ്ങുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി ചില സമയങ്ങളൊന്ന് കർത്താവിന് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യാമോ? താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വചനത്തിലൂടെ ആത്മാവിലൂടെ എല്ലാം ഇന്ന് കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുകയാണ്. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ആമേൻ സ്തോത്രം. പൂർണ്ണ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. Thank you, Jesus, Lord. നിന്റെ ജനം ഈ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അജഗണമായിട്ടല്ല കർത്താവേ അങ്ങയുടെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. യുദ്ധ കുതിരകളായി മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടവരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നപ്പ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യണം. തിരുനാമത്തെ എല്ലാറ്റിനും മഹിമപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ പ്രതീക്ഷയോടെ വളരെ ആഗ്രഹത്തോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി ശുശ്രൂഷിപ്പാൻ കർത്താവ് തന്ന ദൈവവചനത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കുന്നു. ആമേൻ. സഖറിയാ പ്രവചനം അതിന്റെ 10-ാം അധ്യായം ആമേൻ അതിന്റെ 1-ാം വാക്യം. ആമേൻ സ്തോത്ര. സഖറിയാ പ്രവചനം 10-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്കപേക്ഷിക്കുവീൻ. യഹോവ മിന്നൽ പിളർ ഉണ്ടാക്കുന്നുവല്ലോ. അവനവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പെയ്യിച്ചു കൊടുക്കും. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിപ്പിൻ. അവൻ മിന്നൽ പിണരുകളെ ഉണ്ടാക്കുന്നല്ലോ. അവൻ സകല സസ്യാദികൾക്കും ആവശ്യമായ മാരി പെയ്യിച്ചു കൊടുക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. മീറ്റിംഗിന് വേണ്ടി പല സമയങ്ങളായി
ആമേൻ കർത്താവിന്റെ സന്നിധിയിൽ ഒരു ദൈവിക ദൂതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് ആമേൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ തന്നിരിക്കുന്ന ദൈവവചനമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആമേൻ സ്തോത്രം, ഇത് പിൻമഴയുടെ കാലമാണ്. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ആമേൻ പിൻമഴയുടെ കാലമാകയാൽ ആമേൻ നിങ്ങൾ മഴയ്ക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിപ്പീൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ എന്തു ചെയ്യുന്നു? അവൻ മിന്നൽ പിണരുകളെ അവൻ ഉണ്ടാക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ എല്ലാ കാലങ്ങളിലും അവൻ സ്തോത്രം, ദൈവത്തിന്റെ ഒരു സീസൺ ഉണ്ട്, ദൈവത്തിന്റെ ഒരു ടൈമിംഗ് ഉണ്ട്. അവൻ സ്തോത്രം, ആ ടൈമിങ്ങിലേക്ക് അവൻ നാം വന്നെത്തി നിൽക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, അവൻ 2025 പോലെയല്ല, അവൻ 2026. അവൻ സ്തോത്രം, ഓരോ വർഷങ്ങൾ നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും അവൻ സ്തോത്രം ദൈവത്തിന്റെ ടൈമിങ്ങിനോട് അവൻ ദൈവത്തിന് പ്രവർത്തിപ്പാനുള്ള അവൻ സ്തോത്രം വചനത്തിന് അങ്ങനെ വായിക്കുന്നത്, അവൻ യഹോവേ ഇത് അങ്ങേക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. അവൻ 1 പത്രോസ് 5:7 അവൻ പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, അവൻ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ ദൈവത്തിന്റെ അവൻ ടൈമിങ്ങിലേക്ക് അവൻ ദൈവത്തിന്റെ മക്കൾ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ 80 വർഷത്തിന്റെ അവൻ വലിയ അവൻ പ്രതിസന്ധികളൊക്കെ അവൻ തരണം ചെയ്ത ഒരു മനുഷ്യൻ ഇതാ അവൻ ഹോരേബിൽ അവൻ സ്തോത്രം മുൾപടർപ്പിന് അടുത്തേക്ക് അവൻ ദൈവത്തിന്റെ ടൈമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാവുന്ന സമയം ഞാൻ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കട്ടെ. ഇതിനകത്തുള്ള ചില ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പക്ഷേ ഒത്തിരി പ്രതിസന്ധികൾ, പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ, അവൻ ശൂന്യതകൾ, അലച്ചിലുകളൊക്കെ ജീവിതത്തിന്റെ അകത്ത് നീ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ അവൻ 2026 അവൻ ഈ ജനുവരി മാസം അവൻ ദൈവത്തിന്റെ ടൈമിങ്ങിനോട് ദൈവമായിട്ടുള്ള ഒരു കൂട്ടിമുട്ടലിന്റെ അവൻ ദൈവമായിട്ടുള്ള ഒരു ദൈവപ്രവൃത്തിയുടെ അവൻ സമയത്തിലേക്ക് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകനിലൂടെ ദൈവം വിളിച്ചു പറയുന്നു, അവൻ സ്തോത്രം, ഇതൊരു പിന്മഴയുടെ സീസണാണ്. അവൻ ഇതൊരു ദൈവിക മഴ പെയ്തിറങ്ങുന്ന അവൻ സീസണാണ്. അവൻ വേറൊരു ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, തക്ക സമയത്ത് ഞാൻ മഴ പെയ്യിക്കും, അത് അനുഗ്രഹകരമായ മഴയായിരിക്കും. അവൻ ഇൻ ഗ്രേസ് ഫെലോഷിപ്പിന്റെ ദൈവമക്കളെ, അവൻ സ്തോത്രം, രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, അവൻ ദൈവത്തിന്റെ അവൻ അനുഗ്രഹത്തിന്റെ അവൻ നന്മയുടെ വിടുതലിന്റെ ദൈവപ്രവൃത്തിയുടെ സമയം അവൻ ആയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ ഇതൊരു പിന്മഴയുടെ സീസണാണ്. എത്ര പേര് ഇന്ന് രാവിലെ സമയം വിളിച്ചു പറയും, അവൻ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കാം, അവനപ്പുറം ഇപ്പുറമൊക്കെ വലിയ പ്രതിസന്ധികൾ നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ എനിക്കും എന്റെ കുടുംബത്തിലും ദൈവസഭയ്ക്കും അവൻ ഇത് പരിശുദ്ധാത്മാവിന്റെ സീസണാണ്. അവൻ ഇത് കൊയ്ത്തിന്റെ സീസണാണ്, ഇത് ദൈവപ്രവൃത്തിയുടെ സീസണാണെന്ന് അവൻ നമുക്ക് പറയാൻ കഴിയട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പിന്മഴയുടെ സീസണാണ്. അവൻ സ്തോത്രം വചനം പറയുന്നു, അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അവൻ അപേക്ഷിപ്പീൻ. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ ഒരു ടൈമിംഗ് ആയി വരുമ്പോൾ, അവൻ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു അവൻ സമയമാകുമ്പോൾ, അവൻ ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ, ദൈവം തന്റെ അഭിഷിക്തന്മാരിലൂടെ അവൻ ദൈവത്തിന്റെ ജനത്തോട് അവൻ സ്തോത്രം വിളിച്ചു പറയുന്ന ചില വാക്കുകളുണ്ട്. അവൻ അതനുസരിക്കാൻ തയ്യാറാകുമ്പോഴാണ് അവൻ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ അവൻ വെളിപ്പെടുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ ആത്മമണ്ഡലത്തിലും ഭൗതിക തലങ്ങളിലും അവൻ എല്ലാ മേഖലകളിലും ഇത് ദൈവത്തിന്റെ ഒരു ഇടപെടലിന്റെ സമയമാകയാൽ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നു, അവൻ എത്രത്തോളം ദൈവത്തോട് അടുക്കാമോ, എത്രത്തോളം വിശുദ്ധിയോടെ വേർപാടോടെ അവൻ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് അടുത്തു ചെല്ലാമോ, അത്രത്തോളം ഈ ദിവസങ്ങളിൽ അവൻ അടുത്തു ചെല്ലാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ടി അപേക്ഷിപ്പിടെന്നാണ് അവൻ നാം ദൈവവചനത്തിൽ വായിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയമായി, ദൈവത്തിന്റെ ടൈമായി. അവൻ അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനുവേണ്ടി എല്ലാ ഉറക്കവും, എല്ലാ മയക്കവും, എല്ലാ ക്ഷീണങ്ങളും മാറ്റിവെച്ച് യേശുവിന്റെ നാമത്തിൽ അതിനുവേണ്ടി കാത്തിരിക്കുവാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ അവൻ സ്തോത്രം ദൈവത്തിന്റെ പ്രവാചകനിലൂടെ അവൻ ദൈവം ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ദൈവം പറയുന്നത്? അവൻ സ്തോത്രം ഒരു പിന്മഴയല്ലാതെ അവൻ ദേശത്തിന്റെ മേൽ ഒരു വിടുതലില്ലെന്ന്. അവൻ സ്തോത്രം അതിന്റെ 10-ാം അധ്യായം തന്നെ 2-ാം വാക്യം അവൻ നിങ്ങൾ വായിച്ചാൽ
ആമേൻ സ്തോത്രം. നിങ്ങൾക്കത് മനസ്സിലാകും. ആമേൻ 10-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഗൃഹബിംബങ്ങൾ മിഥ്യാത്വം സംസാരിക്കുകയും ലക്ഷണം പറയുന്നവർ വ്യാജം ദർശിച്ച് വ്യർത്ഥ സ്വപ്നം പ്രസ്താവിച്ച് വൃഥ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവർ ആടുകളെ പോലെ പുറപ്പെട്ട് ഇടയനില്ലായതുകൊണ്ട് വലഞ്ഞിരിക്കുന്നു. ആവർത്തന പുസ്തകത്തിനകത്ത് ആമേൻ ദൈവം തന്റെ ജനത്തെ വിളിക്കുമ്പോൾ ആമേൻ ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. ആമേൻ നമ്മുടെ ഒരു ദൈവത്തിന്റെ പ്രത്യേകത, ആമേൻ തന്റെ മഹത്വം അവൻ മറ്റാർക്കും കൊടുക്കുന്ന ദൈവമല്ല. ആമേൻ ദൈവത്തിന്റെ മക്കളാകുന്ന നാം അവൻ കർത്താവിനേക്കാൾ ഉപരിയായി മറ്റൊന്നിനെയും സ്നേഹിക്കുന്നത്, മറ്റൊന്നിനെയും ആരാധിക്കുന്നത്, മറ്റൊന്നിനും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മുടെ ആത്മീക ജീവിതത്തിനകത്ത് നാം എഴുതിയിടേണ്ട ഒന്നാമത്തെ ആമേൻ കാര്യമാണ് ആമേൻ സ്തോത്രം, എന്റെ ദൈവത്തിന് ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ എന്റെ സ്നേഹം, ആമേൻ അവനോടുള്ള എന്റെ വിശ്വസ്തത, ആമേൻ എല്ലാം പ്രാധാന്യമുള്ള കാര്യമാണ്. ആമേൻ ജാതികളായ ദൈവത്തിന് ആമേൻ സ്തോത്രം, ആമേൻ അവരുടേതായ കാര്യങ്ങൾക്ക് ആമേൻ യാതൊരു പ്രാധാന്യവും ഇല്ലെങ്കിലും ആമേൻ പക്ഷേ നമ്മുടെ കർത്താവിന് നമ്മുടെ ജീവിതത്തിനകത്ത് നിന്ന് നമ്മുടെ സ്നേഹം, നമ്മുടെ വിശ്വസ്തത, ആമേൻ നമ്മുടേതായ ആമേൻ സ്തോത്രം കർത്താവിനോടുള്ള കമ്മിറ്റ്മെന്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കർത്താവാണ്. ആമേൻ സ്തോത്രം. ദൈവം അവരോട് പറഞ്ഞു, ആമേൻ ഞാനല്ലാതെ മറ്റു ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ ആമേൻ ഞാൻ നിങ്ങളെ പ്രവാസങ്ങളിലേക്ക് അയക്കുവാനിടയായി തീരും. സ്തോത്രം. ഇത്രയധികം ജീവിതത്തിനകത്ത് പ്രവാസം അനുഭവിച്ച വേറെ ഒരു ജാതി ആമേൻ ഈ ഭൂമണ്ഡലത്തിൽ ഇല്ല ദൈവമക്കളെ. ആമേൻ സ്തോത്രം. എത്ര ഇന്നും ആമേൻ സ്തോത്രം യഹൂദ ജാതിയെ നോക്കുക, ആമേൻ എബ്രായ ജാതിയെ നോക്കുക, ആമേൻ ഇന്ന് അവരുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്, പ്രതിസന്ധികൾ അനുഭവിക്കുകയാണ്. ആമേൻ കാരണം എന്താണ്? അവരുടെ ദൈവത്തെ വേണ്ട വിധത്തിൽ സ്നേഹിക്കാൻ ആമേൻ സ്തോത്രം ദൈവം അയച്ചതിന്റെ പുത്രനെ അംഗീകരിക്കാൻ അവർക്ക് കഴിയാത്തതിന്റെ പരാജയം ഇന്നും അവരുടെ ജീവിതത്തിനകത്ത് ആമേൻ അവർ അനുഭവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ആമേൻ സ്തോത്രം. അത് പഴയ നിയമ ഇസ്രായേൽ ആകുന്നെങ്കിൽ പുതിയ നിയമ ഇസ്രായേൽ ആകുന്ന നമ്മുടെ ജീവിതത്തിനകത്തും ആമേൻ സ്തോത്രം പല വിധത്തിലുള്ള ആമേൻ ദൈവത്തെക്കാൾ ഉപരി പലതിനെയും ആമേൻ സ്തോത്രം നാം മുൻപിൽ വെച്ചിട്ടുണ്ട്. അവൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അവൻ ഗൃഹബിംബങ്ങൾ പണ്ടൊക്കെ അവൻ സ്തോത്ര കരുവേലകത്തിന്റെയോ അവൻ സ്തോത്ര മരത്തിന്റെയോ ഒക്കെ കീഴിലായിരുന്നു അവൻ വിഗ്രഹങ്ങളെ സ്ഥാപിച്ചിരുന്നതെങ്കിൽ അവൻ സഖര്യാവിന്റെ കാലഘട്ടം വരുമ്പോഴേക്കും അവൻ അവിടെ നിന്നൊക്കെ വിഗ്രഹം മാറി അവൻ വീട്ടിലായി. ഓരോരുത്തരും വീട്ടിനകത്ത് അവൻ യഹോവയായ ദൈവത്തെ ആരാധിച്ചിരുന്നു, ദൈവത്തെ സ്തുതിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ ശ്രദ്ധിക്കൂ, അവൻ അതെല്ലാം മാറിയിട്ട് ബാലിന്റെയും അവൻ അശേര പ്രതിഷ്ഠകളുടെയും വിഗ്രഹങ്ങളെ വീട്ടിനകത്തേക്ക് കൊണ്ടുവന്ന് അവൻ ആരാധിക്കാനായിട്ട് തുടങ്ങി. സ്തോത്രം. ദൈവം എങ്ങനെ സഹിക്കും? അവൻ ദൈവം എങ്ങനെ അവൻ സ്തോത്രം അതിനോട് പെരുമാറും? അവൻ സ്തോത്രം. ശ്രദ്ധിക്കുന്ന മക്കളെ, അവൻ ഗൃഹബിംബങ്ങൾ അവൻ മിഥ്യാത്വം സംസാരിക്കുന്ന അവൻ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു വന്നു. അവൻ സ്തോത്രം. അടുത്ത വാക്യം പറയുന്നത്, അവൻ ലക്ഷണം പറയുന്നവർ വ്യാജം ദർശിച്ച് അവൻ സ്തോത്രം ഹാലലൂയ വ്യർത്ഥ സ്വപ്നം പ്രസ്താവിക്കുകയാണ്. സ്തോത്രം. ദൈവങ്ങളെ അവർ കൊണ്ടുവന്നു. അത് മാത്രമല്ല, ആ ദൈവങ്ങളുടെ മേൽ നിന്ന് വ്യാപരിക്കുന്ന അവൻ ശക്തി കൊണ്ട് വ്യാജമായ കാര്യങ്ങൾ പണ്ട് അവൻ ദൈവമായിരുന്നു ഇവർക്ക് ദൈവാലോചന കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ കാലങ്ങൾ മുൻപോട്ട് പോയപ്പോൾ അവൻ സ്തോത്രം ദൈവത്തിൽ നിന്ന് അകന്നു. അവൻ ദൈവത്തോട് പാപം ചെയ്തു. അപ്പോൾ ദൈവം അവനോട് അകലം വിട്ടപ്പോൾ അവൻ സ്തോത്രം ദൈവത്തിൽ നിന്ന് അവൻ അകന്നിട്ട് മറ്റു ദൈവങ്ങളിലേക്കും അവൻ ആ ദൈവങ്ങളിലൂടെയുള്ള വ്യാജ ദർശനങ്ങളും അവൻ വ്യർത്ഥ സ്വപ്നങ്ങളും അവനൊക്കെ പ്രവചിക്കുന്ന അവൻ ആൾക്കാരുടെ അടുത്തേക്ക് അവർ കടന്നു പോകുവാനായിട്ടാണ് ഇടയായിത്തീർന്നു. സ്തോത്രം. ശ്രദ്ധിക്കൂ. അവൻ സ്തോത്രം. അങ്ങനെ അവൻ ആടുകളെ പോലെ പുറപ്പെട്ട് ഇടയനില്ലായതുകൊണ്ട് എന്തിരിക്കുകയാണ്? വലഞ്ഞിരിക്കുകയാണ്. ആമേൻ. സ്തോത്രം. ആത്മീയ ഗോളത്തിലും ഭൗതിക മേഖലയിലും ഒരുപോലെ അവൻ സ്തോത്രം തകർച്ചയിലൂടെ ഇതാ ഇസ്രായേൽ ജനം കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ അവൻ ദൈവം പറയുകയാണ്, അവൻ സ്തോത്രം ഒരു പിന്മഴയല്ലാതെ അവൻ ഇതിനൊരു ഉത്തരമില്ല. ഹല്ലേലൂയ. അവൻ സ്തോത്രം പിന്മഴയുടെ കാലമാണ്. അവൻ അതിന്റെ എല്ലാ ലക്ഷണങ്ങളും
നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നോക്കിയാൽ അവൻ സ്തോത്രം നമുക്ക് കാണാനായിട്ട് കഴിയും. അവൻ നോക്കൂ, അവൻ ദൈവസഭ, അവൻ ദേശത്തിന് ആശ്വാസമായി ദൈവത്തിന്റെ ആലോചന പകരേണ്ട ദൈവത്തിന്റെ സഭയും അവൻ ദൈവദാസന്മാരും അവൻ ദൈവമക്കളുമെല്ലാം അവൻ സ്തോത്രം ദൈവത്തെക്കാൾ വലിയ മറ്റു പലതിനെയും അവൻ സ്തോത്ര വിഗ്രഹമായി കണ്ടുകൊണ്ട് അവൻ മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ, ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു പരിശുദ്ധാത്മാവിന്റെ മാരിക്ക് വേണ്ടി, ഹല്ലേലൂയ, ഒരു ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ചയ്ക്ക് വേണ്ടി അവൻ സ്തോത്രം ഒരു വലിയ മാരി പെയ്തിറങ്ങുമ്പോൾ അവൻ ചിലതെല്ലാം അവൻ കുത്തൊഴുക്കി അത് കൊണ്ടുപോകുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ജനം പ്രാർത്ഥിക്കട്ടെ. അവൻ ആത്മീയ മണ്ഡലത്തിൽ അവൻ സ്തോത്രം അതിന്റെ സകല ലക്ഷണങ്ങളും അവൻ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, പ്രാർത്ഥനയുടെ അവൻ പക്ഷവാദത്തിന്റെ ഒരാത്മാവിനെ ഈ പ്രഭാതത്തിൽ നിന്റെ മേൽ തന്ന് അവൻ നിന്നെ വിടുവിച്ചെടുക്കുവാൻ അവൻ ദൈവത്തിന്റെ ആത്മാവിലെ ദിവസങ്ങളിൽ പദ്ധതിയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഒരാത്മമാരി പെയ്തിറങ്ങണമെന്ന് ഇന്ന് പകലിൽ എത്ര പേർ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കും? അതെ, എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ, എന്റെ സഭയുടെ മേൽ, എന്റെ ദേശത്തിന്റെ മേൽ ഒരാത്മമാരി, ഒരു പിന്മാരിയെ കർത്താവെ ഈ ദിവസങ്ങളിൽ അയക്കണമെന്ന് അവൻ അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, അതിനുവേണ്ടി ഒന്ന് മുട്ടുകുത്തുവാൻ ഈ ദിവസങ്ങളിൽ അവൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അവൻ വ്യക്തമായിട്ട് വിളിക്കുകയാണ്. താഴോട്ട് നിങ്ങൾ വായിച്ചാൽ, ആ ഭാഗത്തിന്റെ താഴോട്ട് നിങ്ങൾ വായിച്ചാൽ അവൻ ഇടയന്മാർക്കെതിരെ ദൈവത്തിന്റെ കോപം അവൻ ജ്വലിച്ചിരിക്കുകയാണ്. അവൻ സ്തോത്രം, അവൻ സ്തോത്രം, അവൻ ആട്ടിൻ കൂട്ടത്തെ അവൻ സ്തോത്രം വിറ്റ് ജീവിക്കുന്ന അവൻ അവരുടെ ഭൗതികത മാത്രം ലക്ഷ്യമിടുന്ന അവൻ ഇടയന്മാരെ കൊണ്ട് അന്നും അവൻ ആ ലോകം നിറഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ ആത്മീയ ലോകത്തിലും കാര്യങ്ങൾ വേറെ ഒന്നുമല്ല ദൈവമക്കളെ. ജനത്തിന്റെ ആത്മീയതയേക്കാൾ അവരുടെ ഭൗതികതയാണ് അവൻ സ്തോത്രം അവൻ ലീഡേഴ്സ് പോലും ലക്ഷ്യമിടുന്നത്. അവനെങ്കിൽ ഇന്ന് പകലിൽ നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ അവൻ സ്തോത്രം ഒരു ആത്മമാരി പെയ്യണം, ഒരു പരിശുദ്ധാത്മമാരി പെയ്യണം. എഴുന്നേറ്റ് പ്രാർത്ഥിച്ചോണം കേട്ടോ, എഴുന്നേറ്റ് പ്രാർത്ഥിച്ചോണം. പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് വ്യക്തമായി ദൂത് പറയുന്നു. കിടന്നുറങ്ങേണ്ട സമയമല്ല, അവനെ ക്ഷീണിച്ചിരിക്കേണ്ട സമയമല്ല, അവനെ ഇവനെ പഴിചാരി നിന്റെ ആത്മീയതയിൽ നിന്ന് പുറകോട്ട് പോകേണ്ട സമയമല്ല. ആമേൻ, ഹല്ലേലൂയ. അതിനെ പറയുന്നു അവൻ ഫോക്കസ് ഓൺ ജീസസ്. അവൻ സ്തോത്രം, അവൻ വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ അല്ലാതെ മറ്റൊരാളെയും നോക്കി അവൻ സ്തോത്രത്തെ ക്ഷീണിക്കരുത്. ഈ ദിവസങ്ങളിൽ കർത്താവിനെ നോക്കിക്കൊണ്ട് അവൻ നിന്റെ ക്ഷീണം മാറ്റിക്കോണം, നിന്റെ തളർച്ച നീ മാറ്റിക്കോണം. അവൻ ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലേ അവൻ സ്തോത്രം ഭൗതികമായിട്ട് നമുക്കുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ആത്മീക സമ്പന്നതയാണ് ഏറ്റവും പ്രാധാന്യം. ഈ ലോകത്തിന്റെ സമ്പന്നത ദൈവം തരും, അവൻ ദൈവം നമ്മുടെ അവസ്ഥ മാറ്റും, ദൈവം നമുക്ക് വിടുതലുകളെ അയക്കും. പക്ഷേ അവൻ അതല്ല നമ്മുടെ ലക്ഷ്യം. അവൻ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്കുണ്ടാകുവാനിടയാകും. അവരെങ്കിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന് നിന്നോട് ചോദിക്കാനുള്ളത്, അവൻ നിന്റെ സ്വന്തം ബുദ്ധിയിലും സ്വന്തം കഴിവിലും സ്വന്തം ആശ്രയത്തിലും ജീവിക്കുന്നത് നിർത്തിയിട്ട്, അപ്പാ എനിക്ക് അങ്ങയുടെ കൃപ ആവശ്യമാണ്, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ആമേൻ സ്തോത്ര അഭിഷേകം കൂടാതെ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. ആമേൻ സ്തോത്രം എന്ന് പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ, അപേക്ഷിക്കുവാൻ, ഒരു ആത്മമാരിക്ക് വേണ്ടി ആമേൻ അപേക്ഷിക്കുവാൻ തക്കവണ്ണം ആമേൻ സ്തോത്രം എത്ര പേർക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ കഴിയും? ഈ വർഷത്തിന്റെ ആദ്യ മാസത്തിൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ആ ദൈവാത്മാവിന്റെ മാരി പെയ്തിറങ്ങട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ചകൾ ഉണ്ടാകട്ടെ, ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. ഞാൻ ആത്മാവിൽ ഇന്ന് പ്രഭാതത്തിൽ സ്വർഗ്ഗമെന്നോട് പ്രവചിക്കാൻ പറയുന്നു. ചില കുടുംബ പ്രാർത്ഥനകളെ പരിശുദ്ധാത്മാവ് ഒരു വലിയ ആത്മമാരിയുടെ അനുഭവമാക്കാൻ പോകുകയാണ്. നീ പരിശുദ്ധാത്മാവിനോട് ചേർന്നിരുന്നാൽ, പരിശുദ്ധാത്മാവിന് വേണ്ടി നീ ദാഹിച്ചാൽ, അതിനുവേണ്ടി ഒരു വിശപ്പ് നിനക്കുണ്ടെങ്കിൽ നിന്റെ കുടുംബ പ്രാർത്ഥനകളുടെ അകത്ത് നിന്റെ കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിക്കാൻ പോകുകയാണ്, കൃപാവരങ്ങൾ ഏറ്റെടുക്കാൻ പോകുകയാണ്, ദൈവകൃപ ഏറ്റെടുക്കാൻ പോകുകയാണ്. ആമേൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഓരോ വീടുകളും ആമേൻ ഈ വർഷത്തിൽ ദൈവരാജ്യത്തിന്റെ ഒരു കൊച്ചു യൂണിറ്റുകളായിട്ട് മാറണം. ആമേൻ സ്തോത്രം. പ്രഭാത പ്രാർത്ഥന
പ്രാർത്ഥനയും സന്ധ്യപ്രാർത്ഥനകളും ആമേൻ നമ്മുടെ വീട്ടിനകത്ത് വെളിപ്പെട്ടു വരണം. ആമേൻ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. ഹോരേബിൽ നിന്ന് കത്തിയ ആമേൻ സ്തോത്രം മുൾപടർപ്പ് പോലെ ആമേൻ നിങ്ങളുടെ ഭവനങ്ങൾ ദേശത്ത് കത്തണം. ആമേൻ ആൾക്കാർ ഓടിക്കൂടണം. ആമേൻ സ്തോത്രം. യെരൂശലേമിലെ മാർക്കോസിന്റെ മാളിമുറിക്കകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ, യഥാർത്ഥമായ അഭിഷേകം ഇറങ്ങിയപ്പോൾ ആമേൻ ജനം ഓടിക്കൂടിയതുപോലെ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആമേൻ ജനം കടന്നു വരട്ടെ. അതുപോലെ ഒരു ആത്മ പകർച്ചയ്ക്ക് വേണ്ടി, ഒരു പിന്മഴയ്ക്ക് വേണ്ടി, ഒരു അഭിഷേകത്തിന് വേണ്ടി നിന്റെ ഭവനത്തെ സാഹചര്യങ്ങളെ ഒന്ന് തുറന്നിടാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നിന്നോട് ആലോചന പറയുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേൽക്ക്, ആത്മാവിൽ ബലപ്പെട്. അവൻ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവാത്മാവിന് ഇടം കൊടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ പ്രാപിക്കേണ്ടവർ ഇന്ന് പകലിൽ പ്രാപിച്ചെടുത്തോളം. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ ദൈവശക്തിയുടെ വ്യാപാരം വ്യാപരിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ എല്ലാ മാലിന്യങ്ങളെയും നീക്കിക്കളയുന്ന, എല്ലാ വിഗ്രഹ പൈശാചിക മണ്ഡലങ്ങളുടെ അവൻ അടിവേര് മറിക്കുന്ന അവൻ സ്തോത്രം. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവൻ സ്തോത്രം നമ്മുടെ ദേശത്ത് മഴ അവൻ കണ്ടിന്യൂസ് ആയിട്ട് മഴ അവൻ പെയ്തിറങ്ങിയപ്പോൾ അവൻ പ്രളയങ്ങൾ ഉണ്ടായി. അവൻ സ്തോത്രം വലിയ പ്രതിസന്ധികൾ അവൻ കടന്നു വന്നു. അവൻ ചിലതൊക്കെ അടിവേര് പറഞ്ഞ് ഈ ദേശത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവൻ സ്തോത്രം എന്നതുപോലെ തന്നെ അത് ഭൗതികമായ അവൻ തലത്തിലാണ് ഞാൻ പറഞ്ഞതെങ്കിൽ, ആത്മീക തലത്തിൽ ദൈവങ്ങളെ അവൻ ഈ ദേശങ്ങളിൽ അവൻ അടിവേര് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന വൈശാലിക മണ്ഡലങ്ങൾ തകരണമെങ്കിൽ, ഇരുട്ടിന്റെ ശക്തികൾ തകർന്നു പോകണമെങ്കിൽ അവൻ ഒരു പിന്മഴയല്ലാതെ അവൻ വേറെ അവൻ ഉത്തരവില്ല. ഒരു പിന്മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, നിന്റെ ദേശത്തൊരു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. അവൻ ദൈവം നിന്റെ പിണരുകളെ ഉണ്ടാക്കും. അവൻ സ്തോത്രം നിന്റെ ചാർച്ചക്കാരുടെ ഇടയിൽ, നിന്റെ ദേശക്കാരുടെ ഇടയിൽ ഈ ദിവസങ്ങളിൽ ഒരു പിന്മഴ പെയ്തിറങ്ങാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ അവൻ ദൈവം ഈ ദിവസങ്ങളിൽ അവൻ അത് അയക്കുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. ചില കുടുംബങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. അവൻ നീ ഒരിക്കലും രക്ഷിക്കപ്പെടത്തില്ല, അവൻ ഒരിക്കലും വിശ്വാസത്തിലേക്ക് വരത്തില്ല എന്ന് നീ പോലും നിശ്ചയിച്ചുറച്ച ചിലതിനെ അതിന്റെ അടിവേരടക്കം പറിച്ചു പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ആത്മാവിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവിന് പ്രഭാതത്തിൽ ദൂത് പറഞ്ഞാൽ എത്ര പേർ ആത്മാവിലൊന്ന് എഴുന്നേൽക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അവൻ നിങ്ങൾ ശ്രദ്ധിച്ചേ. അവൻ സ്തോത്രം ഏതൊരു പശ്ചാത്തലത്തിലാണ് ഈ സഖരിയ പ്രവചനം അവൻ എഴുതിയതെന്നൊന്ന് പറഞ്ഞിട്ട് അവൻ ഒന്ന് രണ്ട് ദൂതുകൾ വേഗത്തിൽ അവൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവൻ സ്തോത്രം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞൊരു വാക്യമുണ്ട്. അവൻ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. സ്തോത്രം. ആമേൻ. എന്നോടുള്ള സ്നേഹം, വിശ്വസ്തത, ആമേൻ, എന്നോടുള്ള നിങ്ങളുടെ സമർപ്പണം മറ്റൊരു ദൈവത്തിലേക്കോ മറ്റൊരു കാര്യത്തിലേക്കോ പോകുന്നത് ആമേൻ ദൈവത്തിന് ഇഷ്ടമല്ല. സ്തോത്രം. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിനകത്ത് അടിവരയിട്ട് എഴുതി വെക്കണം. ഏത്? ആമേൻ നമ്മുടെ ദൈവത്തിന് ആമേൻ സ്തോത്രം നമ്മുടെ സ്നേഹവും നമ്മുടെ വിശ്വാസവും ആമേൻ സ്തോത്രം നമ്മുടെ വിശ്വസ്തതയും നമ്മുടെ സമർപ്പണവും ആമേൻ ആവശ്യമാണ്. ആമേൻ അതിലാണ് അവിടുന്ന് പ്രവർത്തിക്കുന്നത്. അതാണ് അവിടുത്തെ ആമേൻ സിംഹാസനത്തിന്റെ അടിസ്ഥാനം. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ മൂകവിഗ്രഹങ്ങളെ ആരാധിച്ച് മനുഷ്യദൈവങ്ങളുടെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്തതായിരിക്കാം. പക്ഷേ ആമേൻ ഈ ദൈവത്തിലേക്ക് വന്നിട്ടുള്ള ദൈവത്തിലെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ആമേൻ സ്തോത്രം, ഒരിക്കൽ പോലും ദൈവത്തോട് അവിശ്വസ്തത കാണിക്കരുത്. ഈ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ആമേൻ സ്തോത്രം. അവസാനം ആമേൻ ദൈവത്തിൽ നിന്ന് മാറിയിട്ട് ആമേൻ ദൈവവുമായിട്ട് ഒരു യാതൊരു കണക്ഷനും ഇല്ലാതെ നടന്നിട്ട് ദൈവം എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ല, ആമേൻ ദൈവം പറഞ്ഞതൊന്നും നിവർത്തിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് കുറ്റം പറഞ്ഞ് പറയുന്നതൊക്കെ നിർത്തിയിട്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് അടുക്കുവാനായിട്ടിടയായി തീരട്ടെ. സ്തോത്രം. കർത്താവിനോട് ആമേൻ സ്തോത്രം ഏറ്റവും സ്നേഹവും വിശ്വസ്തതയും വേണമെന്ന് ആമേൻ സ്തോത്രം ദൈവം ആഗ്രഹിച്ചു. പക്ഷെ ആമേൻ ഇസ്രായേലിന്റെ ജീവിതത്തിനകത്ത് അവർക്കത് പാലിക്കാൻ കഴിഞ്ഞില്ല. ആമേൻ ദൈവം എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതുപോലെ തന്നെ പ്രവാസങ്ങൾ അനുവദിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ബാബിലോണിലേക്കും മറ്റ് പല രാജ്യങ്ങളിലേക്കും ദൈവം അവരെ പ്രവാസത്തിന് വേണ്ടി വിട്ടുകൊടുത്തു. ആമേൻ. നാം ഈ വേദഭാഗം വായിക്കുന്ന ഈ സമയത്ത് ആമേൻ സ്തോത്രം പ്രവാസത്തിന്റെ പ്രവാസത്തിലൊക്കെ അവർ പോയെങ്കിലും പ്രവാസത്തിൽ നിന്ന് ദൈവം അവരെ പല സമയങ്ങളായിട്ട് മടക്കി അയച്ചു. അതിൽ ഒരു ആമേൻ മടക്കി അയപ്പിൽ അല്ലെങ്കിൽ ഇതിൽ നിന്ന് അവർ തിരിച്ചു വന്നപ്പോൾ
അവൻ അതിനകത്ത് അവൻ സ്തോത്രം സെരുബാബേൽ ഉണ്ടായിരുന്നു, അവൻ നെഹമ്യാവ് ഉണ്ടായിരുന്നു, അവൻ എസ്ര ഉണ്ടായിരുന്നു, അവൻ സ്തോത്രം ഹഗായി പ്രവാചകൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും ആൾക്കാരുടെ കീഴിൽ ഒരു വലിയ കൂട്ടം ഇതാ യെരൂശലേമിലേക്ക് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് അവരവിടെ അവൻ നെഹമ്യാവിന്റെ കീഴിൽ അവർ മതിലൊക്കെ പണിതു. അവൻ സെരുബാബേലിന്റെ കീഴിൽ അവർ ആലയം പണിതു. ആമൻ സ്തോത്രം ഹഗായി ശക്തമായിട്ട് പ്രവചിച്ചു. ആമൻ സ്തോത്രം. അങ്ങനെ വലിയ ആമൻ ദൈവത്തിന്റെ നവോത്ഥാനം ദേശത്ത് നടക്കുകയാണ്. സ്തോത്രം. ആമൻ മതിലിന്റെ പണിയെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. പക്ഷെ ആലയത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. മതിലോളം നിൽക്കുകയാണ്. അവൻ ചുമരോളം നിൽക്കുകയാണ്. അവൻ മുകളിലോട്ടൊന്നും ചെയ്തിട്ടില്ല. അവൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്കറിയാം, നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് മറ്റു പലയിടത്തു നിന്നൊക്കെ നമുക്കതിന്റെ ചില തെളിവുകൾ നമുക്ക് കിട്ടും. അവര് ചെന്ന് ഈ അനുമതി കൊടുത്ത രാജാവിനോട് പറയുകയാണ്, രാജാവേ, അവരൊരിക്കലും സ്തോത്ര ആലയം പണിയലോ അതൊന്നുമല്ല. സ്തോത്രം. അവരൊരു വലിയ സാമ്രാജ്യം പണിയുകയാണ്. നാളുകളിൽ ഇവർ നമുക്കൊരു വലിയ വെല്ലുവിളിയായി തീരും. സ്തോത്രം. രാജാവ് ഒരു കാര്യം ചെയ്തു. രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തേര്, സ്തോത്രം, എല്ലാ പണിയൊന്നും നിർത്തിവെച്ചേര്. പ്രൈസ് ഗോഡ്. അങ്ങനെ ആലയത്തിന്റെ പണി സ്തോത്രം 10-16 വർഷത്തോളം ഹാലലൂയ എല്ലാം തടസ്സം ചെയ്ത് സ്തോത്രം നിർത്തിവെക്കുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. ദൈവങ്ങളെ നോക്കൂ. സ്തോത്രം. ഞാൻ ആ ചിത്രത്തിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുവരാം. മതിലിന്റെ പണികളൊക്കെ തീർന്നിട്ടുണ്ട്. സ്തോത്രം. നെഹമ്യാവ് ഒരു ഭാഗത്തുണ്ട്. സ്തോത്രം. സെരുബ്ബാബേല് ആലയം പണിയാനായിട്ട് സ്തോത്രം ഇറങ്ങിയതാണ്. അവനും അല്പമായിട്ട് ആലയമൊക്കെ പണിതു വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഹഗായി പ്രവാചകൻ ഒരു ഭാഗത്തിരിപ്പുണ്ട്. സ്തോത്രം. ആലയത്തിന്റെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. ആരെങ്കിലും ഒക്കെ ചോദിച്ചു കാണും, ഹഗായി പ്രവാചകന് സ്തോത്രം ഒത്തിരി ദൂത് പറഞ്ഞതല്ലേ, ഒത്തിരി ആലോചന പറഞ്ഞതല്ലേ, പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ആലയത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെടാത്തത്? അനേക ചോദ്യങ്ങളുടെ മുമ്പിൽ ഒരു പക്ഷെ പ്രവാചകൻ അകപ്പെട്ടിരിക്കാം. സ്തോത്രം. ഇങ്ങനെ ഒരു വല്ലാത്ത സാഹചര്യം സ്തോത്രം ഒന്നും നടക്കാതെ നിന്ദാ വിഷയമായി, പരിഹാസ വിഷയമായി കിടക്കുന്ന ഒരു മേഖല ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് ഈ 2026-ൽ നിന്ദാ വിഷയമായി, പരിഹാസ വിഷയമായി കിടക്കുന്ന ചില വിഷയങ്ങളിൽ ദൈവാത്മാവ് ഇടപെടുമെന്ന് വ്യക്തമായി ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ ഊതു പറയുകയാണ്. നീ അനേകർക്കൊരു നിന്ദയായി, പരിഹാസമായി കിടക്കുന്നുണ്ടെങ്കിൽ 2026 സ്തോത്രം നിന്റെ ഗിൽഗാലിന്റെ വർഷമാണ്. നിന്ദകൾ ഉരുട്ടി മാറ്റി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിന് ഇന്ന് പകരം സ്തോത്രം ചെയ്തോ. ജാതികളുടെ നടുവിൽ, ബന്ധങ്ങളുടെ നടുവിൽ നീ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവനാമത്തിന്റെ പേരിൽ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ പറയുന്നു, നിന്ന മാറാൻ സമയമായി, മാറാൻ സമയമായി. ഹല്ലേലൂയ. ലജ്ജയ്ക്ക് പകരം ഇരട്ടി മാന്യത. ആമേൻ. ഹല്ലേലൂയ. പ്രവചനത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നത്, ലജ്ജയ്ക്ക് പകരം ഇരട്ടി മാന്യത, ഡബിൾ ഹോണർ. എവിടെയാണോ ലജ്ജിക്കപ്പെട്ടത്, പരിഹസിക്കപ്പെട്ടത്, നിന്ദിക്കപ്പെട്ടത്, അവിടെ ദൈവം വെച്ചിരിക്കുന്നത് മാന്യതയല്ല, ഇരട്ടി മാന്യത, ഡബിൾ ഹോണർ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന്റെ കൃപ സ്വീകരിച്ചു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഫേവർ ഈ വർഷം നിന്റെ മേൽ വീഴും. യേശുവിന്റെ നാമത്തിൽ ആമേൻ. സ്തോത്രം. ആരും പോകാതെ വണ്ണം നീ നിർജ്ജനമായിരുന്നതിന് പകരം ഞാൻ നിന്നെ തലമുറയായുള്ള നിത്യമാഹാത്മ്യമാക്കി തീർക്കുമെന്ന് പറഞ്ഞ ദൈവം സ്തോത്രം ഈ രാവിലെ സമയം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, നിന്റെ ദേശത്ത് മറ്റുള്ളവരുടെ നടുവിൽ സ്തോത്രം നിന്നെ മാന്യ വിഷയമാക്കി, സ്തോത്രം മാന്യതയുള്ളവളാക്കി, സ്തോത്രം നിർത്തുന്ന നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറകളെ സ്തോത്രം മാന്യരാക്കി മാറ്റുന്ന ഒരു ദൈവ പ്രവർത്തിക്ക് പരിശുദ്ധാത്മാവ് ഈ വർഷത്തിൽ തുടക്കം കുറിക്കുകയാണ്. അതിന്റെ ചില ലക്ഷണങ്ങൾ ഈ ദിവസങ്ങളിൽ ചിലരുടെ കുടുംബത്തിൽ ദൈവം വെളിപ്പെടുത്തും. നന്മയ്ക്കായി ചില അടയാളങ്ങൾ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുത്തും. യേശുവിന്റെ നാമത്തിൽ നീ നിന്ന വിഷയമായിരുന്നത് മതി, നീ പരിഹാസ വിഷയമായിരുന്നത് മതി. സ്തോത്രം. ദൈവത്തിന്റെ മുദ്രമോതിരമായി, ദൈവത്തിന്റെ രാജകിരീടമായി നിന്നെ നീ അസുഖത്തെ എന്ന് വിളിക്കില്ല, നിന്നെ നീ ശവമാ ശൂന്യമെന്ന് പറയില്ല, ഹെത്സിബ എന്നും ബെയൂന എന്നും നിനക്ക് പേരാകും. നിന്റെ യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ, നിന്റെ ദേശത്തിന്
വിവാഹം കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ ചില മാന്യതകളുടെ ദൈവത്തിന്റെ സമയമായി. എല്ലാ കാലത്തും പിശാച് വിചാരിക്കുന്നത് ചില പ്രതിസന്ധികൾ സൃഷ്ടിച്ചാൽ, ചില പ്രതികൂലങ്ങൾ സൃഷ്ടിച്ചാൽ, ചില വിഷയങ്ങൾ കൊണ്ടുവന്നാൽ നമ്മുടെയൊക്കെ നന്മ തടയാൻ പറ്റുമെന്നാണ്, നമ്മയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമെന്നാണ്. എന്നാൽ ഒരു വഴി അടയുമ്പോൾ വേറെ 7 വഴികൾ തുറക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ ഞാൻ അവന്റെ മേൽ വെക്കും, അവൻ അടച്ചാൽ ആരും തുറക്കില്ല, അവൻ തുറന്നാൽ ആരും അടയ്ക്കില്ല എന്ന് പറഞ്ഞ കർത്താവ്. സ്തോത്രം. എഫെസോസിൽ എനിക്ക് സഫലവും വിശാലവുമായ വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികൾ പലരുണ്ട്, എതിരാളികൾ ഇരിക്കെ തന്നെ, പ്രതിസന്ധികൾ ഇരിക്കെ തന്നെ സഫലവും വിശാലവുമായ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കാൻ എന്റെ ആത്മാവിന് പദ്ധതിയുണ്ടെന്ന് ഈ രാവിലെ സമയം സ്വർഗം ഇടപെട്ടാൽ എത്ര പേർ പറയും യെസ് ലോർഡ്, എന്റെ ജീവിതത്തിന്മേൽ സംഭവിക്കട്ടെ. പ്രതിസന്ധി നോക്കി ഭാരപ്പെടേണ്ട, എതിരാളികളെ നോക്കി ഭാരപ്പെടേണ്ട, അവൻ മുമ്പിൽ വരുന്ന വലിയ പ്രതികൂലങ്ങൾ കണ്ടുകൊണ്ട് ഭാരപ്പെടേണ്ട. അവൻ അതിന്റെ നടുവിലും സഫലവും വിശാലവുമായ വാതിൽ അവൻ തുറന്ന് നിന്നെ ഞാൻ മാനിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. അവൻ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ അടിച്ച് ആ ദൈവശക്തി സ്വീകരിച്ചാണ്. ഒന്നിനും തടയാൻ കഴിയാത്തതുപോലെ അവൻ ദൈവത്തിന്റെ കൃപ അവൻ നിങ്ങളുടെ ദിവസങ്ങളിൽ വ്യാപരിക്കുകയാണ്. അവൻ എന്തൊക്കെ പ്രതിസന്ധികൾ മുമ്പിൽ കണ്ടാലും ദൈവങ്ങളെ മാനുഷികമായിട്ട് പുറകോട്ട് പോകരുത്. അവൻ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. അവൻ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകുക. അതിനെ പറയുന്നു, നീ എന്റെ ദീപത്തെ കത്തിക്കും. അവൻ സ്തോത്രം, നീ എന്റെ ദീപത്തെ കത്തിക്കും. അവൻ മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം എന്നാണ് അവൻ സദൃശവാക്യത്തിൽ പറയുന്നത്. എവിടെയാ കത്തൽ ഉണ്ടാകേണ്ടത്? നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ ഒരു കത്തൽ ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. നീ എന്റെ ദീപത്തെ കത്തിക്കും. പ്രൈസ് ഗോഡ്. അവൻ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിലുകളെ ചാടിക്കടക്കും. സ്തോത്രം. അകത്ത് ആത്മ കത്തൽ വ്യാപരിച്ചാൽ അവൻ സ്തോത്രം മതിലുകളൊന്നും നിനക്ക് പ്രശ്നമായിരിക്കത്തില്ല, പടക്കൂട്ടങ്ങൾ നിനക്ക് പ്രശ്നമായിരിക്കത്തില്ല. അവൻ സ്തോത്രം. അകത്തെ ആത്മ മനുഷ്യൻ ബലപ്പെട്ടാൽ, ആത്മശക്തി നിന്റെ മേൽ വ്യാപരിച്ചാൽ അവൻ സ്തോത്രം. ഹല്ലേലൂയ. അവൻ സ്തോത്രം. നീ ദാവീദിനെ പോലെ അവൻ സ്തോത്രം മുൻപോട്ട് ചെന്ന് ആ മല്ലനെ തകർക്കുന്ന നിലവാരത്തിൽ അവൻ സ്തോത്രം ദൈവത്തിന്റെ ഉപയോഗിപ്പാനിടയായിത്തീരും. ചേട്ടന്മാര് നോക്കി നിൽക്കുന്ന സ്ഥാനത്ത് അവൻ ആത്മാവിന്റെ തീ കത്തിയവൻ. അവൻ ഇങ്ങനെ പറഞ്ഞു, ഈ അവൻ സ്തോത്രം അഗ്രചർമ്മിയെ ആകാശത്തിലെ പക്ഷികൾക്ക് ആഹാരമാക്കി തീർക്കും അവൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആത്മാവിൽ അവൻ അടുത്തതുപോലെ 2026 പുതിയ തീ പ്രാപിക്കണം, പുതിയ തീ പ്രാപിക്കണം, പുതിയ ശക്തി പ്രാപിക്കണം. എവിടെയെങ്കിലും അവൻ പൈശാചിക മണ്ഡലങ്ങളെയോ പ്രതികൂലങ്ങളെയോ കണ്ട് നീ പുറകോട്ട് പോകുന്നു എന്ന് നിനക്ക് തോന്നലുണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ മേലുള്ള അഭിഷേകം അവൻ ഇനിയും വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിന്റെ മേലുള്ള ദൈവശക്തി ഇനിയും നിനക്ക് അധികം ആവശ്യമുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കർത്താവിന്റെ സ്തോത്രം ചെയ്ത് കർത്താവിനോട് പറഞ്ഞു, I need more fire, I need more power, I need more glory. അതിന് പറയുന്നത് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചിട്ട് എന്നാണ്. അവൻ സ്തോത്രം. പുറകോട്ട് പോകാൻ വ്യവസ്ഥയില്ല. പത്രോസ് അപ്പോസ്തലൻ 2 പത്രോസ് 1 എഴുതുമ്പോൾ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയത്തോട് സ്ഥിരതയോട് ഭക്തിയോട് സഹോദര പ്രീതിയും സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. കുറയ്ക്കാൻ വ്യവസ്ഥയില്ല, കൂട്ടാനാണ് ആമേൻ സ്തോത്രം വ്യവസ്ഥ. ഹല്ലേലൂയ. അങ്ങനെ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവരിങ്ങനെ നിന്ദാ വിഷയമായി പരിഹാസ വിഷയമായിട്ട് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇവരെല്ലാം ഉണ്ട്. സെരുബാബേലുണ്ട്, ഹഗായിയുണ്ട്, നെഹമ്യാവുണ്ട്. എല്ലാവരും ഒരു ഭാഗത്തിരിപ്പുണ്ട്. 17 വർഷമായി ഒരു പ്രവർത്തനങ്ങളും ഇല്ല. ആമേൻ സ്തോത്രം. ആമേൻ. ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. 12 വയസ്സേ ഉള്ളൂ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ വള്ളി നിക്കറൊക്കെ ഇട്ട് നടക്കുന്ന, അവന് ടയറൊക്കെ ഇട്ട് നടക്കുന്ന പ്രായം. സ്തോത്രം. പ്രൈസ് ഗോഡ്. കൊച്ചുബാലനാണ്. പേര് സഖരിയ. അർത്ഥം ആമേൻ സ്തോത്രം, ദ ലോർഡ് ഹു റിമെമ്പർ. ദൈവം ഓർക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യഹൂദന്മാര് കുഞ്ഞുങ്ങൾക്കൊക്കെ പേരിടുമ്പോൾ നമ്മളെ പോലെ ഒരർത്ഥവും ഇല്ലാത്ത ആമേൻ ഫാഷനായിട്ടുള്ള പേരൊന്നും അവൻ സ്തോത്രം. പ്രൈസ് ഗോഡ്. അവർ ആ കാലഘട്ടത്തിലേക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ദൈവപ്രവർത്തിക്കായിട്ടുള്ള പേരുകളാണ് ഇടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ കുഞ്ഞിന്റെ പേര് കേൾക്കുമ്പോഴെല്ലാം അവൻ സ്തോത്രം ഇസ്രായേൽ മക്കൾക്ക്
ഈ ഈ അവൻ എല്ലാ പണികൾ അസ്തമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ജനത്തിന് സ്തോത്രം ഈ പേരുകൾക്ക് ആത്മപ്രചോദനമാണ്. കാരണം അവരോർക്കുന്നത് ഇങ്ങനെയാണ്, സഖരിയ, ദൈവം ഞങ്ങളെ മറന്നിട്ടില്ല. ദൈവം ഞങ്ങളെ മറന്നിട്ടില്ല. ദൈവം ഇപ്പോഴും ഞങ്ങളെ ഓർക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാവിലെ സമയം പറയാൻ പറ്റും, ഓ ഹല്ലേലൂയ, നോഹയെ ഓർത്ത ദൈവം ഹല്ലേലൂയ ഇന്ന് രാവിലെ സമയം എന്നെ ഓർക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. എന്നെ ആരും കാണുന്നില്ല, കേൾക്കുന്നില്ല, എന്നോട് ആരും മിണ്ടുന്നില്ല എന്നൊന്നും പറഞ്ഞു വെറുതെ പുറകോട്ട് പോകാതെ രാവിലെ സമയം ഹല്ലേലൂയ ദൈവാത്മാവിൽ പറ, ആരൊക്കെ മറന്നാലും ആരൊക്കെ ത്യജിച്ചാലും ഹല്ലേലൂയ എന്നെ ഓർക്കുന്ന ഒരു ദൈവം എനിക്കായിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സഖരിയ പ്രവചനം അതിന്റെ 1-ാം അധ്യായം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതിന്റെ സ്തോത്രം 2-ഉം 3-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. സഖരിയ 1-ന്റെ 2-ഉം 3-ഉം വാക്യം. യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് അത്യന്തം കോപിച്ചിരിക്കുന്നു. ആകയാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എങ്കിലേക്ക് തിരിവീൻ, സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്നാൽ ഞാൻ തിരിയും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നോക്കിയേ, ഈ കൊച്ചു ബാലൻ 12 വയസ്സുള്ളൂ. 1, 2, 3 അധ്യായങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാൽ 8ഓളം ദർശനങ്ങൾ ഈ കൊച്ചിന്റെ മേൽ ദൈവം കൊടുത്തു. എൻ്റെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ദർശനവും സ്വപ്നവും വെളിപ്പാടും ഒക്കെ ഈ കൊച്ചനങ്ങ് വരണ്ടുപോയി. 1, 2, 3 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. സാധാരണ ദർശനങ്ങളൊന്നുമല്ല, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വിഷൻസ് ദൈവം ഇവനെ കാണിക്കുക. ഞാൻ ഇന്ന് രാവിലെ സമയം പ്രാർത്ഥിക്കുന്നു, ദൈവമേ, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്തോത്രം ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു അഭിഷേകത്തിലേക്ക് ദൈവം മാറ്റട്ടെ. ഇതൊരു ദൂതായിട്ട് നിങ്ങൾ സ്വീകരിച്ചു. നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എല്ലാ പ്രഭാതത്തിലും എഴുന്നേറ്റ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവെ, അവർ എഞ്ചിനീയർ ആക്കിക്കോ, അവർ ഡോക്ടർ ആക്കിക്കോ, അവർ ബാക്കി എന്ത് തലങ്ങളിലേക്ക് നീ ഉയർത്തിക്കോ. പക്ഷെ അതിനേക്കാൾ എൻ്റെ ആവശ്യം, എനിക്കൊരു ആഗ്രഹമുണ്ട്. ശലോമി ഒരിക്കൽ യാക്കോബിനെയും യോഹന്നാനെയും യേശു കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്ത് നല്ലൊരു ആഗ്രഹം അല്ലെ, ഒരുത്തനെ ഇടത്തും ഒരുത്തനെ വലത്തും ഇരുത്തണം. സ്തോത്രം. നല്ലൊരു അമ്മയ്ക്കുള്ള മാതൃക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിനോട് പറയണം, കർത്താവേ, ഐ ഹാവ് എ ഡിസയർ. എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്റെ കുഞ്ഞ് ഒരു ഉണർവ് പ്രസംഗകനായി കത്തിച്ചൊലിക്കുന്നത് എനിക്ക് കാണണം. ആമേൻ. സ്തോത്രം. അസാധാരണ അഭിഷേകത്തിൽ ജ്വലിക്കുന്നത് എനിക്ക് കാണണം. കൃപാവരങ്ങളാൽ ജ്വലിക്കുന്നത് എനിക്ക് കാണണം. സ്തോത്രം. നിന്റെ തലമുറ ഒരു പക്ഷേ UK-യിലായിരിക്കും, അമേരിക്കയിലായിരിക്കും, എവിടെ ആയിക്കൊള്ളട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ മേലുള്ള അവന്റെ മേലുള്ള നിന്റെ വലിയ പ്രതീക്ഷ ഭൗതികത്തെക്കാൾ ആത്മീകമാകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഈ വർഷം ദൈവാത്മാവ് പറയുന്നു, പകുതിയാകുന്നതിന് മുൻപേ ചില തലമുറകളുടെ മേൽ അസാധാരണ സഖരിയാവെന്ന കൊച്ചു ബാലന്റെ മേൽ പരിശുദ്ധാത്മ പകർച്ച വ്യാപരിച്ചതുപോലെ ദൈവസഭയുടെ ആലയത്തിന്റെ പണിക്ക് വേണ്ടുന്ന അസാധാരണ പ്രവചനങ്ങൾ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം കൊച്ചു ബാലനെ ദൈവാത്മാവ് ഉപയോഗിച്ചതുപോലെ പരിശുദ്ധാത്മാവിൽ ഈ പ്രഭാതത്തിന്റെ വെളിപ്പാടിൽ കാണുകയാ. നിന്റെ കൊച്ചു വീട്ടിനകത്ത് നിന്റെ കൊച്ചു മക്കള് തലമുറകള് ആത്മാവിൽ നിറഞ്ഞു നിന്നോട് അവർ പ്രവചിക്കാൻ പോവുകയാണ്. മാതാപിതാക്കളോട് പ്രവചിക്കുന്ന കൊച്ചു തലമുറകളെ ദൈവം ഈ കാലഘട്ടത്തിൽ എഴുന്നേൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞാൽ എത്ര പേർ പറയും, യെസ്, മറിയ പറഞ്ഞതുപോലെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, എന്റെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. എന്റെ കൊച്ചുമക്കൾ UK-യിലും ഓസ്ട്രേലിയയിലും ഉണ്ടെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ എനിക്കൊരാഗ്രഹമുണ്ട് കർത്താവേ. എന്റെ കൊച്ചുമക്കൾ പ്രവാചകരാണ്, എന്റെ കൊച്ചുമക്കൾ വർഷിപ്പ് ലീഡേഴ്സ് ആണ്, എന്റെ കൊച്ചുമക്കൾ പ്രാർത്ഥനാ വീരന്മാരാണ്, എന്റെ കൊച്ചുമക്കൾ രാജ്യങ്ങളിൽ പ്രസംഗിക്കുന്ന പ്രസംഗകന്മാരാണ്, പ്രാർത്ഥിക്കുന്ന മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരാണ്, വിശുദ്ധന്മാരാണ്, വിശ്വസ്തരാണ്, അഭിഷിക്തരാണ് എന്ന് പറയാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ഒരുങ്ങിക്കോ. ദൈവം അത് ചെയ്യാൻ പോകുകയാണ്. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി ചെയ്യേണ്ടത് കൊച്ചുമക്കൾക്ക് എപ്പോഴും കീസെന്ന് പൈസ എടുത്തു കൊടുക്കുകയും അവരെ വല്ലാതെ നാണിക്കുകയും സ്തോത്ര ലോകത്തിന്റെ കാര്യത്തിലേക്ക് അവരെ ഇങ്ങനെ കടത്തിവിടുകയല്ല ചെയ്യേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. സ്തോത്രം. അബ്രഹാം കൂടാരത്തിരിക്കുന്നുകൊണ്ട് ഇസഹാക്കിനെയും തന്റെ കൊച്ചുമക്കളെയും മടിയിൽ ഇരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്.
മക്കളെ നമുക്കൊരു രാജ്യമുണ്ട്. ആമേൻ. ദൈവം അടിസ്ഥാനമിട്ടതും ശില്പിയായി നിർമ്മിച്ചൊരു പട്ടണം നമുക്കുണ്ട്. ആമേൻ എന്ന് പറഞ്ഞ് ആ നിത്യതയിലേക്ക് കുഞ്ഞുങ്ങളെ വിരൽ ചൂണ്ടിയവരാ ആമേൻ വല്യപ്പച്ചനായ അബ്രഹാം. ഉമ്മാക്കി കഥകളും ആമേൻ സ്തോത്രം ഇവിടുത്തെ ആമേൻ ലോകത്തിൻ്റെതായ കാര്യമല്ല കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്. There is a city, നമുക്കൊരു പട്ടണമുണ്ട്. ഹല്ലേലൂയ. അവിടേക്ക് നമുക്ക് പോകണം. ആമേൻ. അവിടേക്ക് നമുക്ക് പ്രതിഫലങ്ങൾ കിട്ടണം. അവിടെ നിത്യ യുഗങ്ങൾ കർത്താവിനോട് കൂടെ വാഴണം. ആമേൻ സ്തോത്രം എന്ന് പറഞ്ഞ് അവരെ ഉറപ്പിച്ചതുകൊണ്ടാണ് ആ തലമുറ ആമേൻ വിശ്വാസത്തിൽ പിതാക്കന്മാരായി ആമേൻ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറിയതെങ്കിൽ ഈ രാവിലെ സമയം കുഞ്ഞുങ്ങളെ വളരെ സൂക്ഷിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. അവരുടെ ഫോൺ സൂക്ഷിക്കണം, അവരുടെ ആമേൻ സ്വഭാവങ്ങൾ സൂക്ഷിക്കണം. ആമേൻ സ്തോത്രം അവരുടെ നീക്കങ്ങൾ എല്ലാ കാര്യങ്ങളും നീ മോണിറ്റർ ചെയ്യണം. ഇന്ന് പകലിൽ ഓരോ കുടുംബത്തിലെയും പിതാക്കന്മാരോട് ഞാൻ പറയാം, നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററേക്കാൾ ആമേൻ സ്തോത്രം നിങ്ങളുടെ വീടിന്റെ പുരോഹിതൻ നിങ്ങളാണ്. ആമേൻ. രാവിലത്തെ പ്രാർത്ഥന, വൈകിട്ടത്തെ പ്രാർത്ഥന ആമേൻ സ്തോത്രം വിളിച്ചു കൂട്ടണം. ആമേൻ. ഉറങ്ങുകയാണെങ്കിൽ എല്ലാത്തിനും ചാടി ആമേൻ വിളിച്ചെഴുന്നേൽപ്പിക്കണം. ആമേൻ സ്തോത്രം പ്രാർത്ഥന നടത്തിയിരിക്കണം. പ്രൈസ് ഗോഡ്. ആമേൻ. ഒരു സാധാരണ പ്രാർത്ഥനയല്ല, അഭിഷേകത്തിന്റെ ആത്മവാരി പെയ്തിറങ്ങുന്ന ആമേൻ സ്തോത്രം പ്രാർത്ഥനകളും സന്ധ്യാപ്രാർത്ഥനകളും ഉണ്ടാകണം. ആമേൻ. തമ്പേറും ആമേൻ എല്ലാ സംഗീത ഉപകരണങ്ങളും വെച്ച് ആത്മാവിൽ ആരാധിക്കണം. ദൈവ തേജസ് ഇറങ്ങി വരണം. പരിശുദ്ധാത്മ പകർച്ച ഉണ്ടാകണം. തമ്മിൽ ആമേൻ പ്രവചിക്കണം. ആമേൻ സ്തോത്രം തമ്മിൽ ദൂതറിയിക്കണം. ആത്മാവിന്റെ കൃപകൾ പ്രാപിക്കണം. ദൈവശക്തി ഏറ്റെടുക്കണം. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഒരു ദുർഭൂതത്തിനും ഒരു രോഗാത്മാവിനും നിങ്ങളുടെ വീടിനടുത്തേക്ക് വരാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ വീട്ടിനകത്ത് എപ്പോഴും ദൈവതേജസ് ഇറങ്ങിക്കൊണ്ടിരിക്കട്ടെ. ദൈവ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കട്ടെ. അഭിഷേകം ഇറങ്ങിക്കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഈ കൊച്ചു കുഞ്ഞിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവൻ പ്രവചിക്കാൻ തുടങ്ങി. അവൻ ദർശനങ്ങൾ കാണാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. അവൻ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നുണ്ട്. അന്ത്യകാലത്തെ എല്ലാ ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. പ്രൈസ് ഗോഡ്. അവൻ സ്തോത്രം. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. അവൻ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. വീട്ടിനകത്ത് ജോലി ചെയ്യുന്ന ദാസന്റെ മേലും ദാസിയുടെ മേൽ പോലും ആത്മാവ് വ്യാപരിക്കുന്ന കാലഘട്ടമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ സ്തോത്രം ചെയ്തോ. നിന്റെ വീട്ടിനകത്ത് ജോലി ചെയ്യുന്ന ആ വ്യക്തി അവൻ ഒരുപക്ഷെ ജാതീയനായിരിക്കാം, പക്ഷെ അവനെ പോലും പരിശുദ്ധാത്മാവ് ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളുകളിൽ ആമേൻ സ്തോത്രം നിന്നോട് നിനക്ക് വേണ്ടി ജോലി ചെയ്യുക മാത്രമല്ല, നിന്റെ ദാസനും ദാസിയും കൂടെ ആമേൻ നിന്നോട് ദൂതറിയിക്കാൻ ആമേൻ സ്തോത്രത്തക്ക നിലവാരത്തിൽ ആത്മാവിന്റെ വ്യാപാരം ഉണ്ടാകാൻ പോവുകയാണ്. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവീൻ എന്ന് പറഞ്ഞ കർത്താവ് ഈ രാവിലെ സമയം പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പെന്തക്കോസ്തിലെ പുതിയ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവരെ നീ പ്രോത്സാഹിപ്പിക്കുക. അവൻ നല്ല പവർ മീറ്റിങ്ങുകൾക്ക് പോകാൻ പ്രോത്സാഹിപ്പിക്കുക. അവൻ വേണമെങ്കിൽ ഒരു ദിവസം ലീവ് എടുത്തിട്ട് കുഞ്ഞുങ്ങളുടെ കൂടെ പോ. അവൻ യേശുവിന്റെ നാമത്തിൽ അഭിഷിക്തന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. അവൻ യേശുവിന്റെ നാമത്തിൽ ആത്മീക പിന്മാറ്റങ്ങൾ പൊട്ടിമാറട്ടെ. അവൻ സ്തോത്ര ആരാധനയ്ക്കെതിരെയുള്ള നിന്റെ തലമുറയുടെ ആമൻ സ്തോത്രം പ്രൈസ് ഗോഡ് ആമൻ ഹല്ലേലൂയ ആമൻ ബാക്കോട്ടുള്ള പോക്ക് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ആത്മീയമായി നിന്റെ തലമുറ കയറി വരുന്ന വർഷമാണ്. എത്ര വലിയ ഇതൊരു ദൂതായി സ്വീകരിക്കും. ഈ വർഷം തീരുന്നതിന് മുന്നേ ദൈവാത്മാവിനോട് പറയുന്നു, 6-ാം മാസത്തിന് മുന്നേ ചില തലമുറകൾ കൃപാവരങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ്. ദൈവശക്തി ഏറ്റെടുക്കാൻ പോവുകയാണ്. അഭിഷേകം ഏറ്റെടുക്കാൻ പോവുകയാണ്. ദൈവ സാന്നിധ്യം ഏറ്റെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കാലഘട്ടത്തിന്റെ പ്രവാചകനായി ഈ 12 വയസ്സുള്ള സെഖര്യാവ് അവൻ മാറി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രവാസത്തിലായിരുന്നു, പക്ഷെ അവിടെ അവന്റെ അപ്പനും അമ്മയും ആമേൻ സ്തോത്രം ഒരുപക്ഷെ അവനെ ആത്മാവിൽ വളർത്തിക്കാണും. ആമേൻ സ്തോത്രം. മകനെ, നമുക്കൊരു അവൻ ഈ പ്രവാസം ഒന്ന് മാറണം. ആമേൻ സ്തോത്രം. അവൻ നമുക്ക് വാഗ്ദത്ത ദേശമുണ്ട്, അവിടെ ഇപ്പൊ ആലയമില്ല, അവിടെ ഇപ്പോ യാതൊന്നും നടക്കുന്നില്ല എന്നൊക്കെ കൊച്ചു ചെറുപ്പത്തിലെ അവൻ ബക്കരിയാവും അവൻ അമ്മയും ഒക്കെ ചേർന്ന് ഈ കുഞ്ഞിനോട് ഇങ്ങനെ പറഞ്ഞു കാണും. ഇതാ സമയമായപ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. സ്തോത്രം. നീ കുഞ്ഞുങ്ങളെ റെഡിയാക്കിയാൽ, ഈ ദിവസങ്ങളിൽ ആത്മീയമായിട്ട് അവനെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഒരു സമയത്ത് പരിശുദ്ധാത്മാവിന്റെ മേൽ ഇറങ്ങി വരും. പ്രൈസ് ഗോഡ്. യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്, നിന്റെ സന്തതിയുടെ മേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹത്തെയും ഞാൻ പകരും. പ്രൈസ് ഗോഡ്. അവൻ സന്താനം അനുഗ്രഹിക്കപ്പെടണം. അവൻ UK പോകണം, ഓസ്ട്രേലിയ പോകണം,
ഇത് മാത്രമാണ് ഇന്നത്തെ ആത്മീയ മാതാപിതാക്കൾ എന്ന് പറയുന്നവരുടെ പോലും ആഗ്രഹം. പക്ഷേ അതിനെ പറയുന്നു, നിന്റെ സന്തതിയുടെ മേൽ എന്റെ ആത്മാവും നിന്റെ സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹവും വ്യാപരിക്കും. പ്രൈസ് ഗോഡ്. ആത്മാവ് വ്യാപരിച്ചാൽ ഓൾറെഡി അനുഗ്രഹം വ്യാപരിക്കും. പ്രൈസ് ഗോഡ്. അത് നമ്മുടെ പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു. അവർക്ക് വലിയ വിദ്യാഭ്യാസമില്ലെങ്കിലും കഴിവില്ലെങ്കിലും അവർക്ക് അറിയാമായിരുന്നു, പരിശുദ്ധാത്മാവ് വ്യാപരിച്ചാൽ, അഭിഷേകം വ്യാപരിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ പേര് വാഗ്ദത്തത്തിന്റെ ആത്മാവെന്നാണ്. അവൻ ആത്മാവിനെ എന്റെ കുഞ്ഞിന്റെ മേൽ വ്യാപരിച്ചാൽ അവൻ സ്തോത്രം വാഗ്ദത്തങ്ങളിലേക്ക് അവൻ കടക്കുമെന്ന്, നന്മകൾ പ്രാപിക്കുമെന്ന്, ഉയർച്ചകൾ പ്രാപിക്കുമെന്ന് അവർക്കറിയാവുന്നത് കൊണ്ട് അവൻ സ്തോത്രം ഹല്ലേലൂയ മറ്റെല്ലാം മറന്ന് ആത്മീയതയിലേക്ക് കുഞ്ഞുങ്ങളെ തള്ളിവിട്ടുകൊണ്ടിരുന്നു. അവൻ അതിനുവേണ്ടി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ആ ഒരു തലമുറയാണ് നമ്മൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ ഇത്രയധികം ജ്വലിക്കുന്നുണ്ടെങ്കിൽ വേദനയോടെ പറയട്ടെ മക്കളെ, അടുത്തൊരു തലമുറയെ ഓർത്ത് പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ട്. സക്കറിയാവിലൂടെ ദൈവം ഒന്നാമത് പറഞ്ഞ ദൂത് എന്താണ്? നിങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം കോപിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, എങ്കിലേക്ക് തിരിവീൻ, ഞാൻ നിങ്ങളിലേക്കും തിരി. ആദ്യത്തെ ദൂത്, ടേൺ ടു മീ ആൻഡ് ഐ വിൽ ടേൺ ടു യു. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ഹൃദയം നിങ്ങൾ കണ്ടോ? യാക്കോബിന്റെ ലേഖനത്തിൽ ഇതിന് സമാനമായ ഒരു വചനമുണ്ട്. എന്നോട് അടുത്തു വരുവിൻ, എന്നാൽ ഞാൻ നിങ്ങളോടും അടുത്തു വരും. 2026 ദൈവത്തിലേക്ക് തിരിയുന്ന, ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന വർഷമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര്? രാവിലെ സമയത്ത് തീരുമാനം എടുക്കാമോ? കർത്താവേ, ഈ വർഷം എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങയിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കട്ടെ, അങ്ങയിലേക്ക് തിരിയട്ടെ. ടേൺ ടു മീ. ആമേൻ. എബ്രായ ഭാഷയിൽ ടെഷുവ എന്നൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടെഷുവ. ആമേൻ. സ്തോത്രം. ഗ്രീക്കിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് മാനസാന്തരം എന്നതിന്. ഗ്രീക്കിൽ മാനസാന്തരം എന്നതിന് മെറ്റനോയിയ എന്ന പദമാണ്. എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് മൈൻഡ്, മനസ്സിന്റെ മാറ്റം. സ്തോത്രം. പക്ഷേ ആമേൻ, ഈ ദൈവവചനം എഴുതിയത് എബ്രായ ഭാഷയിലായതുകൊണ്ട് ആമേൻ സ്തോത്രം അവിടെ ടെഷുവ എന്നുള്ള ഒരു പദമാണ്. മെറ്റനോയിയ എന്ന ഈ ഗ്രീക്ക് പദത്തെക്കാൾ ആമേൻ സ്തോത്രം ഈ എബ്രായ പദത്തിന് ഭയങ്കര അർത്ഥമുണ്ട്. മാനസാന്തരം. എന്താ മാനസാന്തരം? മനസ്സിന്റെ മാറ്റം. അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ അത്രേ അർത്ഥമുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവനൊരു മനസ്സിനൊരു മാറ്റം ഉണ്ടായി. ഒരു എക്സാമ്പിൾ, ഒരു കള്ളു കുടിക്കുന്ന അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ലിവറൊക്കെ തീർന്നു കേട്ടോ, ഇനിയെങ്കിലും നിങ്ങൾ കുടിക്കാതിരിക്കണം. അപ്പോഴാണ് ഒരു പാസ്റ്റർ വന്ന് വിളിച്ച്, പാസ്റ്റർ പറഞ്ഞു, സഹോദര പ്രാർത്ഥനയ്ക്കുമായോ? പ്രാർത്ഥനയ്ക്ക് പോയി തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ ഇനി കുടിക്കത്തില്ല. മനസ്സിന്റെ മാറ്റം. അടുത്ത ദിവസം 2-3 കൂട്ടുകാര് കണ്ടു. അവര് പറഞ്ഞടാ, നമുക്കൊന്ന് കൂടാം, ഇത്രയൊന്നും ആത്മീയനാകേണ്ട കാര്യമില്ല. പറഞ്ഞു മനസ്സിന് വേറെ ഒരു മാറ്റം ഉണ്ടായി. ആ കൂടെ പോയിട്ട് ലക്ഷം. ഇതാണ് മാനസാന്തരം, മനസ്സിന്റെ മാറ്റം. പക്ഷെ എബ്രായ ഭാഷയിൽ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളൊക്കെ വലിയ ശക്തമായ അർത്ഥമാണ്. ടെഷുവ എന്ന് പറഞ്ഞാൽ ഈ എബ്രായ ഭാഷയുടെ ഒരു പ്രത്യേകത, അതിനൊരു പിക്ചർ, ആലേഫ് എന്ന് പറയുന്ന ഒരു അക്ഷരത്തിന് ഒരു കാളത്തലയുടെ ഒരു പിക്ചറാണ്. ബേത്ത് എന്ന അക്ഷരത്തിന് അവൻ ഒരു വീടിന്റെ, ഗിമൽ എന്ന അക്ഷരത്തിന് ഒരു ഒട്ടകത്തിന്റെ എന്ന് പറയുന്ന പോലെ ഈ വാക്കുകളെല്ലാം കൂട്ടി വെച്ചാൽ ടെഷുവ എന്നുള്ള പദം കൂട്ടി വയ്ക്കുമ്പോൾ അവൻ കിട്ടുന്ന ഒരു പിക്ചറുണ്ട്, അതിനൊരു മീനിങ്. അതിങ്ങനെയാണ്. ഇതിപ്പോ എന്റെ വീടാണ്, ഞാൻ ഇതിനകത്ത് ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുക വർഷങ്ങളായിട്ട്. അവൻ ഒരു ദിവസം ആ വീടിന്റെ മുകളിലോട്ട് നോക്കിയപ്പോ വീടിന്റെ അവിടെ ഇവിടെയൊക്കെ പൊളിയുന്നുണ്ട്. ആമേൻ, ഇനി ഇതിനകത്ത് താമസിച്ചാൽ എന്റെ ജീവൻ അപകടത്തിലാവും. കുറെ ക്ഷുദ്രജീവികളൊക്കെ ഉണ്ട്, പാമ്പുകളൊക്കെ വന്ന് താമസമായി. ആമേൻ, ഞാനൊരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ ഇനി ഒരിക്കലും ഈ വീട്ടിനകത്ത് താമസിക്കത്തില്ല. എന്നിട്ട് ഞാൻ ഓടുകയാണ്. ഓടുന്ന സമയത്ത് ഓടുന്നതിന് മുമ്പേ ഞാൻ ഈ വീടിന് തീ വെച്ചിട്ട് ഞാൻ ഓടുകയാണ്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാണ്, ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതാണ് യഥാർത്ഥത്തിൽ ആമേൻ സ്തോത്രം. എബ്രായ ഭാഷയും എബ്രായ ഭാഷയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ആമേൻ സ്തോത്രം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, വൺസ് ആൻഡ് ഓൾ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഒരു സമയം വരെ ഇഷ്ടപ്പെട്ട പലതും
ആമേൻ സ്തോത്രം. ഹാലലൂയ. അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും കൊലപാതകം, വ്യഭിചാരം, അങ്ങനത്തെ വലിയ വലിയ ഒട്ടച്ചൊല്ലും, കളിവാക്കും, ചീത്തത്തരങ്ങളും, ആമേൻ ഇതൊന്നും വിശുദ്ധന്മാർക്ക് യോജ്യമല്ലെന്ന് വചനം വ്യക്തമായിട്ട് പറയുമ്പോൾ ആമേൻ ആ കാര്യത്തിൽ മാത്രം എന്ത് ചെയ്തിട്ടില്ല നമ്മൾ, ആമേൻ സ്തോത്രം, ആമേൻ ഒരു ടെഷുവ ഉണ്ടായിട്ടില്ല, ഒരു മാറ്റം, ആമേൻ മാറ്റമല്ല, ആമേൻ എന്നേക്കുമായിട്ടുള്ള ഒരു മാറ്റം വന്നിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കുള്ള സകലതും, സ്തോത്രം, ഇപ്പൊ ഞാൻ രസിക്കുന്ന അല്ലെങ്കിൽ സന്തോഷിക്കുന്ന, ഇപ്പൊ ഞാൻ വലിയതായിട്ട് കാണുന്ന പല കാര്യങ്ങളും, ആമൻ എനിക്കിത് വേണ്ട, ആമൻ സ്തോത്രം, ഇത് എനിക്ക് നാശമാണ്, ആമൻ ഇതെന്റെ നിത്യതയെ ബാധിക്കും. സ്തോത്രം. ആ മൊബൈലിനകത്ത്, ആ മീഡിയക്കകത്ത് വേണ്ടാതെ അനാവശ്യമായ സമയങ്ങൾ ചെലവഴിക്കുന്നത്, ആമൻ സ്തോത്രം, ആമൻ അതെനിക്ക് വേണ്ട, ആമൻ സ്തോത്രം, പ്രൈസ് ഗോഡ്, ഇതിന്റെ നിത്യതയെ ബാധിക്കുമെന്ന് അറിഞ്ഞ് ആമൻ അതിന് തീ കൊളുത്തി ആമൻ ഓടുമ്പോ പറയുകയാണ്, ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് തിരിച്ചു വരത്തില്ല, ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരത്തില്ല, ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരത്തില്ല. ഇതാണ് ദൈവമക്കളെ യഥാർത്ഥ മാനസാന്തരം. അല്ലാതെ ആമൻ ഇടയ്ക്കിടയ്ക്ക്, ആമൻ സ്തോത്രം, പണ്ടൊക്കെ ഒത്തിരി, കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞ കാര്യമോ, പണ്ടൊക്കെ ഒത്തിരി തെറി പറയുമായിരുന്നു, ആമൻ സ്തോത്രം, ഒത്തിരി ആമൻ പൊട്ടച്ചൊല്ലും കളിവാക്കുകളും പറയുമായിരുന്നു. ഞാൻ ചോദിച്ചു, പാസ്റ്റർ ഇപ്പൊ എങ്ങനെയുണ്ട്? ആമൻ സ്തോത്രം. ഇപ്പം ആമൻ സ്തോത്രം അത്യാവശ്യമൊക്കെ ഞാൻ പറയും, അങ്ങനെ ആമൻ മാറ്റാൻ പറ്റത്തില്ലല്ലോ. സ്തോത്രം. അതല്ല യഥാർത്ഥത്തിൽ മാനസാന്തരം. ദൈവമക്കളെ, മാനസാന്തരപ്പെട്ടവന്റെ വാക്ക് കേട്ടാൽ അറിയാം, മാനസാന്തരപ്പെട്ടവന്റെ ജീവിത ശൈലി കണ്ടാൽ അറിയാം. ആമൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇന്നലെ വൈകിട്ട് ആമൻ ഇവിടെ ഞങ്ങൾ ഒരു സ്ഥലത്ത് പരസ്യയോഗം നടത്തിക്കൊണ്ടിരിക്കുക. ആമൻ സ്തോത്രം. ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. ആമൻ ഒരു ബീച്ചിന്റെ സൈഡിലാണ്. ആമൻ സ്തോത്രത്തെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഇദ്ദേഹത്തിന് ഇളകാൻ തുടങ്ങി. അവിടെയുള്ള ആൾക്കാരെല്ലാം കൂട്ടി അത് പറയുന്നത് അതാണ് എന്നൊക്കെ പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ഗോഡ്. പ്രസംഗമൊക്കെ കഴിഞ്ഞ് ആമൻ സ്തോത്രം ഞാൻ അദ്ദേഹത്തെ നോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഈ ഉപ്പിലിട്ട മാങ്ങ ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ആമൻ സ്തോത്രത്തെ പറഞ്ഞു, പാസ്റ്ററെ നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് പോവാം. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. ദൈവാത്മാവിനോട് പറഞ്ഞു അദ്ദേഹത്തെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. ഞാൻ ചേർത്ത് പിടിച്ചു. ഞാൻ ചോദിച്ചു, അപ്പൂപ്പ എന്തുകൊണ്ട് വിശേഷം, എങ്ങനെയുണ്ട്, കടയൊക്കെ എങ്ങനെ പോകുന്നു? ആമൻ ആ മനുഷ്യൻ, അതുവരെ സിംഹം പോലെ നിന്ന മനുഷ്യൻ, ആമൻ സ്തോത്രം, ഒരു കുഞ്ഞാടിനെ പോലെ അങ്ങായി. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, മക്കളെ എന്നെ പറയാനാവും, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല വീട്ടിനകത്ത്. നമ്മൾ വിചാരിക്കും ഇത്രയും സമയം കുറച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യനാണോ ഈ മനുഷ്യൻ ചിന്തിക്കത്തക്ക രീതിയിൽ ആ ഒരു കുഞ്ഞാടിനെ പോലെ അദ്ദേഹമായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ ശൈലികൾ, ആമൻ സ്തോത്രം, ഒക്കെ ജനത്തെ ജനത്തെ ആകർഷിക്കുന്നുണ്ട്. ആമൻ സ്തോത്രം. ഇന്ന് പകലിൽ ആമൻ പ്രൈസ് ഗോഡ്, ഏത് ആമൻ ഘോരനായ വ്യക്തിയെയും സൗമ്യനാക്കി തീർക്കുന്നതാണ് ക്രിസ്തുവിന്റെ അഭിഷേകം, ക്രിസ്തുവിന്റെ സ്വഭാവമെങ്കിൽ നമ്മളിലൂടെ അത് വെളിപ്പെടട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. Turn to me and I will turn to you. എന്നിലേക്ക് തിരിവീൻ, എന്നാൽ ഞാൻ നിങ്ങളിലേക്കും തിരിയും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്, ആമൻ കർത്താവിലേക്ക് യഥാർത്ഥമായിട്ടൊന്ന് തിരിയുവാൻ, ആമൻ കർത്താവിലേക്ക് ഈ ദിവസങ്ങളൊന്ന് അടുത്തു വരുവാൻ, ആമൻ വിട്ടുകളയേണ്ടതിനെ വിട്ടുകളഞ്ഞ്, ആമൻ അത് എത്ര വലിയതാണെങ്കിലും, ആമൻ സ്തോത്രം, അത് എത്ര ആമൻ സന്തോഷം തരുന്ന കാര്യമാണെങ്കിലും, ലോകത്തിൻ്റെതായ ആമൻ വചനം പറയുന്നു, ആമൻ പ്രൈസ് ഗോഡ്, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ രാവിലെ സമയം പരിശുദ്ധാത്മാവ് പറയുന്നു, 2025 വരെ ആമൻ സ്തോത്രം, നിന്റെ ജീവിതത്തിനകത്ത് നീ വലിയതെന്ന് കരുതിയ പലതും ഈ വർഷത്തിന്റെ ആരംഭ ദിവസങ്ങളിൽ ദൈവം പറയുന്നു, വിട്ടുകളാം. ആമൻ വിശുദ്ധൻ ഇനിയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. ആമൻ നിർമ്മലി, ആമൻ സ്തോത്രം, ആമൻ അശുദ്ധൻ ഇനിയും അശുദ്ധനാകുമ്പോൾ, ആമൻ വിശുദ്ധന്മാരായ ദൈവമക്കളെ, ആമൻ കൂടുതൽ വിശുദ്ധരാകാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. എന്തുകൊണ്ടാണ് പിതാക്കന്മാരോട് കോപിച്ചത്? എന്തുകൊണ്ടാണ് പിന്മഴ, ആമൻ സ്തോത്രം, അവർക്ക് നഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഭൂമിയുടെ ഫലഭൂയിഷ്ഠത അവർക്ക് പോയത്? ഇതെല്ലാം സംഭവിച്ചപ്പോഴേക്കും അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ദൈവത്തോട് പെറുപെറുക്കാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ദൈവം നേരത്തെ ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞു, ഞാൻ ആകാശത്തെ ചുമ്പും ഇരുമ്പും ഒക്കെ ആക്കും. സ്തോത്രം. മഴയൊന്നും എനിക്ക് കിട്ടത്തില്ല, വേണ്ട വിധത്തിൽ ഫലഭൂയിഷ്ഠത കിട്ടത്തില്ല. കാര്യം എന്താ? എന്നെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ച്, എന്നെ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ച്, അവൻ ഞാൻ പറയുന്ന കൽപ്പനകൾ പ്രമാണിച്ചില്ലെങ്കിൽ, ആമൻ സ്തോത്രം, ഒരിക്കൽ പോലും നിന്റെ ജീവിതത്തിൽ നന്മ കാണത്തില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇതാണ് ആമൻ സ്തോത്രം, നന്മയില്ലാത്തതിന്റെ അനുഗ്രഹം ഇല്ലാത്തതിന്റെ കാര്യം. മനസ്സിലായി? ആമൻ. പക്ഷെ ഇവരെന്ത് ചെയ്യാം? ഇപ്പൊ ഇവര് ദൈവത്തോട് പറയാണ്, ആമൻ നിന്റെ പിന്നാലെ വന്നിട്ട് ഒരു നന്മയില്ല. ആമൻ സ്തോത്രം. ഹല്ലേലൂയ. എത്രയോ പ്രാർത്ഥിച്ചു, എത്രയോ ഉപവസിച്ചു, ഒരു വിടുതലും ശക്യമല്ലായി. നിങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കും. എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലയിൽ ആരോടെങ്കിലും വ്യക്തിപരമായി ദൈവത്തോടോ മനുഷ്യനോടോ
ഏതെങ്കിലും മേഖലയിൽ ആമേൻ നിങ്ങൾ ആമേൻ ദുഃഖിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശ്രേഷ്ഠരെന്ന് എണ്ണാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെ ഈ ദിവസങ്ങളിൽ ചെക്ക് ചെയ്യാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിലേക്ക് ആമേൻ തിരിവി, എന്നിലേക്ക് തിരിവി, എന്നാൽ ഞാൻ നിങ്ങളിലേക്കും ആമേൻ തിരിയും. സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതിന്റെ ആമേൻ സ്തോത്രം 1-2 ദൈവവചനങ്ങൾ വേഗത്തിൽ തൊട്ട് നമുക്ക് വേഗത്തിൽ മുമ്പോട്ട് പോകാം. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതിന്റെ വേഗത്തിൽ വന്നാട്ടെ. ആമേൻ സ്തോത്രം. പ്രൈസ് ഗോഡ്, ജീസസ്, താങ്ക് യു ജീസസ്. അതിന്റെ 17-ാം വാക്യം. പ്രൈസ് ഗോഡ്. 1-ാം അധ്യായം 17-ാം വാക്യം. ആമേൻ സ്തോത്രം. ഞാൻ വായിക്കാം. നീ ഇനിയും പ്രസംഗിച്ചു പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും യെരൂശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. കണ്ടോ, ദൈവത്തിന്റെ ഒന്നാമത്തെ ദൂത് എന്താ? ഒന്നാമത്തെ ദൂത് എന്താ? ദൈവത്തിലേക്ക് തിരിയാൻ, അല്ലെ? ഞാൻ നിങ്ങളിലേക്ക് തിരിയും. സ്തോത്രം. ഇവർ ദൈവത്തിലേക്ക് തിരിഞ്ഞു. അതിന്റെ ആ ദൂതിന്റെ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചു. സ്തോത്രം. ദൈവം എപ്പോഴാ ദൂത് മാറ്റുന്നത്? ദൈവം ദൂത് മാറ്റി പറയുമോ? ദൈവം തന്റെ സ്വഭാവം മാറ്റുമോ? പ്രൈസ് ഗോഡ്. വേദശാസ്ത്രം പഠിപ്പിക്കുന്നത് ഇമ്മ്യൂട്ടബിൾ ആയി എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തൊരു ദൈവത്തെ. എന്നാൽ പുള്ളി കോപിച്ചതാ, പിന്നെ യാതൊരു മാറ്റവും. അതൊരു ഗ്രീക്ക് തിയോളജിയാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. പക്ഷെ നമ്മുടെ ദൈവം മാറ്റമുള്ളവൻ എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ ഞാൻ വേറെ ഇത് പറഞ്ഞെന്ന് നിങ്ങൾ പറയരുത്. ആ അർത്ഥത്തിൽ ദൈവം മാറ്റമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഗോഡ്. ഒരുത്തൻ ഇവിടെ യോന ഇരുന്ന് പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ നാളെ അവൻ ഈ ദേശം നശിക്കും. ആമേൻ ആവണത്തിന്റെ ചോട്ടിൽ പുള്ളി ഇങ്ങനെ ഇരുന്ന് ആമേൻ സ്തോത്രം പറയുകയാണ്, ഇത് നശിക്കാൻ പോവുകയാണ്. ദൈവം എന്നിലൂടെ പ്രവചിച്ചു, ഞാനാണ് ഏറ്റവും വലിയ പ്രവാചകൻ. ആമേൻ സ്തോത്രം. സംഭവിച്ചു. ഒരു ഭാഗത്ത് മൃഗങ്ങളടക്കം സ്തോത്രം നെട്ടിലും വെണ്ണീരിലും ഇരുന്നിട്ട് ആമേൻ സ്തോത്രം നിലവേ രാജ്യം മുഴുവൻ ദൈവത്തോട് കരയുകയാണ്. ആമേൻ സ്തോത്രം. ദൈവം യോനയോട് പറയുന്നു, യോനെ, ആവണക്കുണങ്ങുന്നതോ നിന്റെ പ്രവചനം തെറ്റുന്നതോ എനിക്ക് പ്രശ്നമല്ല. എനിക്ക് 1,00,000-ലധികം വരുന്ന ഈ ജനത്തിന്റെ മാനസാന്തരത്തിന്റെ കണ്ണുനീര് കാണാതിരിക്കാൻ കഴിയില്ല. ഒരപ്പൻ എന്ന നിലയിൽ ഞാൻ മനസ്സലിയുന്നു. ആമേൻ സ്തോത്രം. ദേശത്തെ കുറിച്ച്, പട്ടണത്തെ കുറിച്ച് ഞാൻ വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെ, അതിനെ കുറിച്ച് ഞാൻ അനുഭവിക്കുന്നു. മാറ്റമുണ്ടോ ദൈവത്തിന്? സ്തോത്രം. നമ്മൾ മാറാൻ തയ്യാറായാൽ മാറുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാവിലെ സമയം നമ്മൾ വിളിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അത് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മാറും ദൈവം. ഈസ് എ മ്യൂട്ടബിൾ ഗോഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഇമ്മ്യൂട്ടബിൾ അല്ല, മാറ്റമില്ലാത്തവനല്ല, മാറുന്നവനാണ് ദൈവം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവന്റെ വിശുദ്ധി വിട്ടു മാറത്തില്ല. മാറാത്ത കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മുടെ കണ്ണുനീരിൽ അവൻ മാറും. പ്രൈസ് ഗോഡ്. നമ്മുടെ നിലവിളിയിൽ അവന് കരുണ തോന്നും. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇന്ന് പകലിൽ ആ ദൈവത്തെ ലഭിച്ച ദൈവമക്കൾ കാര്യങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. ഈ വർഷം കൂടുതൽ ദൈവസന്നിധി കരയണം, പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ പലപ്പോഴും അവൻ ബലപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്. 147-ാം സങ്കീർത്തനത്തിൽ അവൻ മനം തകർന്നവന്റെ മുറിവുകളെ കെട്ടുന്നു. സ്തോത്രം. അടുത്ത വാക്യം, അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു. ആരാ? നമ്മുടെ ദൈവം. ആമൻ ഈ പ്ലാനറ്റിനെ മുഴുവനും നിയന്ത്രിക്കുന്നവനാ. ഓരോ നക്ഷത്രങ്ങൾക്കും പേര് വിളിക്കുന്നവനാ. ആമൻ സ്തോത്രം. ഈ ഗ്രഹങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടാതെ തന്റെ ശക്തിയുള്ള വചനം കൊണ്ട് താങ്ങുന്നവനാ. പക്ഷെ ശ്രദ്ധിച്ച്, രാവിലെ ഈ ഡ്യൂട്ടി എല്ലാം കർത്താവിനുണ്ട്. ആമൻ സ്തോത്രം. ഇത് ഒരു നിമിഷം തെറ്റിയാൽ ആമൻ സ്തോത്രം ഈ പ്ലാനറ്റ് മുഴുവനും ആമൻ സ്തോത്രം വല്ലാത്ത അവസ്ഥയിലായിത്തീരും. പക്ഷേ ആമൻ ഇവിടെ ഇതാ ആമൻ ഒരു സൂം മീറ്റിങ്ങിനകത്തിരുന്ന് അവൻ കണ്ണുനീരോടെ വേദനയോടെ മുൻപോട്ട് പോകാൻ ബലമില്ലാതെ അവൻ തകർന്ന് ഉടഞ്ഞ് ഭാരപ്പെട്ട് വ്യസനിച്ച് വേദനിച്ച് നിലവിളിക്കുന്ന ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിനകത്ത് ദൈവം പറയും, നക്ഷത്രങ്ങളെ എണ്ണുന്നത് പിന്നെ, അവൻ പ്ലാനറ്റുകളെ നിയന്ത്രിക്കുന്നത് പിന്നെ. അവൻ സ്തോത്രം. എനിക്ക് ആ തകർന്ന മുറിവുള്ള ഹൃദയത്തെ ഒന്ന് കെട്ടണം. എന്റെ കുഞ്ഞിനെ എനിക്ക് ആശ്വസിപ്പിക്കണം. ഹല്ലേലൂയ. എന്റെ മകനെ ഒന്ന് മാറോടെ എനിക്ക് ചേർത്ത് പിടിക്കണം. അവൻ ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ ആ ദൈവം നമ്മുടെ നടുവിലുണ്ട്. വചനം പറയുന്നു, അവൻ ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കുന്ന വചനം. അവൻ ഹെബ്രായ ഭാഷയിൽ എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ ഹല്ലേലൂയ അവൻ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? നീ തകരുന്നത്, നീ ഉടയുന്നത്, നീ കരയുന്നത്, നീ വേദനിക്കുന്നത്, നീ ഭാരപ്പെടുന്നത് കണ്ടു നിൽക്കാൻ കഴിയാത്തൊരു ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ.
മനസ്സറിയുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ. നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നതിന് മുമ്പേ തന്റെ മക്കളുടെ മുറിവ് കെട്ടുന്നതാണ് അവൻ ഇഷ്ടം. ഹല്ലേലൂയ. തകർന്നു നുറുങ്ങിയ ഹൃദയങ്ങളെ അവൻ നിരസിക്കുന്നില്ല എന്നാണ് ദൈവത്തിന്റെ വചനമെങ്കിൽ ഈ രാവിലെ സമയം ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, ഒത്തിരി മുറിഞ്ഞല്ലേ, ഒത്തിരി വേദനിച്ചല്ലേ, അവൻ ഒരു ആശ്വാസം പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്ന് നീ ഒത്തിരി വേദനിച്ചല്ലേ, ഈ രാവിലെ സമയം എണ്ണയും വീഞ്ഞും പകരുകയാണ്, മുറിവുകളെ കെട്ടുകയാണ്, വാഹനമൃഗത്തിൽ കയറ്റുകയാണ്, വല്ലതും ചെലവിട്ടാൽ അധികം ചെയ്തു തരാമെന്ന് പറയുകയാണ്. ഈ ഗ്രേസ് ഫെലോഷിപ്പിനെ നോക്കി ദൈവാത്മാവ് പ്രവചിച്ചു പറയുന്നു, ഒരു നല്ല ശമര്യക്കാരന്റെ ശുശ്രൂഷ ലോകരാജ്യങ്ങളിൽ ചെയ്യാനത്രേ അവൻ വീനസിനെ കർത്താവ് വിളിച്ചത്. അനേകർ മുറിച്ചിട്ടതിനെ, അവൻ വേദനിപ്പിച്ച് തകർത്തിട്ടതിനെ, ആത്മീയ ഗോളം മുറിച്ചിട്ടതിനെ, അവൻ ഇനിയൊരു പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് തള്ളിയ ഒത്തിരി കേസുകളെ ആത്മമണ്ഡലത്തിൽ എണ്ണയും വീഞ്ഞും പകരാൻ, മുറിവുകളെ കെട്ടാൻ, വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷ ചെയ്യാൻ, ഈ തലമുറയിൽ എന്റെ ശരീരമാം സഭയ്ക്ക് ചർച്ച് ഓഫ് ഗോഡ് എന്നല്ല, AG എന്നല്ല, IPC എന്നല്ല, ഇൻഡിപെൻഡന്റ് എന്നല്ല, എന്റെ ശരീരമാകുന്ന ദൈവസഭയ്ക്ക് അവൻ പറ്റിയിരിക്കുന്ന മുറിവുകളെ കെട്ടി അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നാളുകളിൽ അവരെ ശക്തരാക്കി നിർത്തുവാൻ ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഈ മിനിസ്ട്രിയെ ദൈവത്തിന്റെ ആത്മാവിനെ വ്യക്തമായിട്ട് കാണിക്കുന്നു. അവൻ ഈ മിനിസ്ട്രിയെ കുറിച്ച് പരിശുദ്ധാത്മാവിനോട് വ്യക്തമായിട്ട് പറയുന്നു. അവൻ യേശുവിന്റെ നാമത്തിൽ 2025 നടന്നതിനേക്കാൾ കൂട്ടമായിട്ടുള്ള ദൈവിക അഭിഷേകം, കൂട്ടമായിട്ടുള്ള വിടുതലുകൾ, കൂട്ടമായ പ്രാർത്ഥനകളിലെ അവൻ സ്തോത്രം മറുപടികൾ, അവൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ അവൻ സക്കറിയാവിനെ പോലെ അവൻ സ്തോത്രം ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്നുള്ള ദൈവ ശബ്ദങ്ങൾ അവൻ ഞാൻ ഒത്തിരി ഇന്ന് പ്രഭാതത്തിൽ കേൾക്കുന്നു. അവൻ യേശുവിന്റെ നാമത്തിൽ കൊർന്നേലിയോസിന്റെ അടുത്ത് പത്രോസിനെ അയച്ച് അവൻ നിന്റെ പ്രാർത്ഥന എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു എന്ന് പറയാൻ ഈ മിനിസ്ട്രിയെ ദൈവ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് കൂട്ടമനക പരീക്ഷ മണ്ഡലങ്ങളിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാകും. അവൻ സ്തോത്രം ആത്മീക മത മണ്ഡലങ്ങളിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാകും. അവൻ ദൈവദാസിയെ എന്നാൽ നിന്നെ ഈ ജനത്തിന് ഇരുമ്പ് തൂണാക്കി താമര ദിവിത്തിയാക്കി നിർത്തുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. നീ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അവൻ സ്തോത്രം നീ എന്റെ ജനത്തിന്റെ ആശ്വസിപ്പിക്കുകയാണ്, മുറിവ് കെട്ടുകയാണ്, അവരെ അടുത്തൊരു കാലഘട്ടത്തിലേക്ക് ബലപ്പെടുത്തി എടുക്കുകയാണ്. എന്നാൽ അത് അവൻ ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം നിനക്കെതിരായി തിരിയുമെങ്കിലും താമ്രമിത്തിയായി ഇരുമ്പ് തൂണായി നിന്നെ നിർത്തുവാൻ വിശ്വസ്തനെന്ന് ഞാൻ ഈ ദൂത് പറയുമ്പോൾ വലിയ ദൈവശക്തി വ്യാപരിക്കുന്നല്ലോ, അഭിഷേകം വ്യാപരിക്കുന്നല്ലോ. ദൈവദാസിയോട് മാത്രമല്ല ഈ മിനിസ്ട്രിക്കകത്ത് മുടങ്ങാതെ വിശ്വസ്തയോടെ രാവിലെകളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന അന്യഭാഷ പ്രാർത്ഥനയിലും അവൻ സ്തോത്രം സാധാരണ പ്രയറിലും അവൻ ദൈവദാസിയോട് ഒട്ടി നിൽക്കുന്ന അവൻ സ്തോത്രം രൂത്തിനെ പോലെ അവൻ നവോമിയോട് ഒട്ടി നിന്നതുപോലെ ഒട്ടി നിൽക്കുന്ന കുറെ എണ്ണം ഇതിനകത്തുണ്ട്. അവൻ അവരോട് ഈ ദൂത് യേശുവിന്റെ നാമത്തിൽ ചില ദൈവ പ്രവർത്തികൾ നിന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്തു ദൈവം വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ദൂത് പറയാണ്. യേശുവിന്റെ നാമത്തിൽ ലോർഡ് ജീസസ് ഈ വർഷത്തിൽ ഇംഗ്ലീഷ് ഫെലോഷിപ്പിന്റെ മേൽ അടുത്തൊരു ആത്മമണ്ഡലം ഞാൻ തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അസാധാരണ പ്രവർത്തികൾ, അസാധാരണമായ അത്ഭുതങ്ങൾ, ദൈവപ്രവർത്തികൾ നടക്കത്തക്ക നിലവാരത്തിൽ ഈ മിനിസ്ട്രിയിൽ നിന്ന് എപ്പോഴൊക്കെ പ്രാർത്ഥനകൾ ഉയരുന്നുണ്ടോ അപ്പോഴെല്ലാം അവൻ സ്വർഗം തുറക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൻ ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ ചെവി തുറന്നിരിക്കും, എന്റെ കണ്ണുകൾ തുറന്നിരിക്കുമെന്ന് പറഞ്ഞ കർത്താവേ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കൂട്ട വിടുതലുകൾ നടക്കാൻ പോവുക, നടക്കാൻ പോവുകയാണ്. ദൈവാത്മാവിനോട് പറയുന്നു ചില മീറ്റിംഗിനകത്ത് അവൻ സാക്ഷ്യം പറയാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് പോലെ മിനിസ്ട്രിയുടെ തലങ്ങൾ വിശാലമാകാൻ പോവുകയാണ്. മിനിസ്ട്രിയുടെ തലങ്ങൾ വിശാലമാകാൻ പോവുകയാണ്. വീഡിയോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫി ചെയ്യുന്നവർ ആ സാക്ഷ്യത്തിന്റെ വീഡിയോ ചെയ്ത് കൈകൾ കുഴയുന്നത് പോലെ ദൈവ പ്രവർത്തികൾ ഞാൻ ചെയ്യുമെന്ന് ഉടകമനക ശന്ധനമനകടക വൈഡ പ്രഭാത
ജീവൻ പ്രമഥുരം വൈഡകാരം അർത്ഥവേദം ഭൂതകത്വം വൈഡകാരി ജീവൻ ഖമനം ഉടകമന ഘടക ശതുരമന ഘടക ശാന്തന. ഓ യേശുവിന്റെ നാമത്തിൽ മെഡിക്കൽ സയൻസ് തള്ളിയ കേസുകൾ, ആമേൻ സ്തോത്രം, സഭകൾ തള്ളിയ കേസുകൾ, ദൈവദാസന്മാർ മടുത്ത വിഷയങ്ങൾ, ഓ ശാന്തന, ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം ആമേൻ നല്ല സ്നേഹിതൻ ആമേൻ സ്തോത്രം നിനക്ക് വേണ്ടി വാതിൽ തുറക്കാൻ പോകുകയാണ്. ആമേൻ സ്തോത്രം, കുഞ്ഞുങ്ങൾ കൂടെയുണ്ട്, കഥ കടച്ചു, സാധ്യതയില്ല എന്നൊക്കെ നിഷേധാത്മകമായ വാക്കുകൾ കേട്ടാലും 2025 അതൊക്കെയാണ് നീ കേട്ടത്. പക്ഷേ ആമേൻ സ്നേഹിതൻ എഴുന്നേൽക്കാൻ പോവുക കേട്ടോ. നല്ല സ്നേഹിതൻ എഴുന്നേൽക്കുന്ന വർഷമാണ് 2026. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ വേണ്ടുവോളം അപ്പം കൊടുക്കാം. അവൻ തീരുമാനമായിരിക്കുക. നിന്റെ വിഷയത്തിന് അവന് തീരുമാനമായിരിക്കുക. നിന്റെ വിഷയത്തിനകത്ത് അവൻ തീരുമാനമെടുത്തിരിക്കുക. വിശ്വസിക്കുന്നവരോട് കർത്താവിനെ സ്തോത്രം ചെയ്തു. യേശുവിന്റെ നാമത്തിൽ അവൻ ദൈവത്തിന്റെ അവൻ കോടതിക്കകത്ത് അവൻ നിന്റെ വിഷയം പരിഗണിച്ചിട്ടുണ്ട്. നിന്റെ പേപ്പർ കർത്താവ് എടുക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. കണ്ണുനീരിന് മറുപടി തരാം. ദൈവത്തിന്റെ ദൂതന്മാരെ അവൻ അയക്കുന്ന വർഷമാണ്. പരിശുദ്ധ ദൂതന്മാർ, യേശുവിന്റെ നാമത്തിൽ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാർ നിന്റെ വീട്ടിൽ കയറാൻ പോകുകയാണ്. നിന്റെ കോടതി സംബന്ധമായ വിഷയങ്ങൾ, നിന്റെ വസ്തു സംബന്ധമായ വിഷയങ്ങൾ, അതിനകത്തൊക്കെ ദൂതന്മാർ ഇടപെടാൻ പോകും. വിശ്വസിക്കുന്നവർ അനുമതിച്ച് ആത്മാവ് സ്തോത്രം ചെയ്തു. സാഹചര്യങ്ങൾ മറന്ന് അവൻ കർത്താവിനെ സ്തുതിച്ചോ. അവൻ വചനം പറയുകയാണ്, മാനസാന്തരപ്പെടാൻ തിരിയാൻ തയ്യാറായ അവൻ ജനത്തോട് ദൈവം പറയുകയാണ്. അവൻ സ്തോത്രം നമ്മളിങ്ങനെ വായിക്കുന്നത്, അവൻ പട്ടണങ്ങൾ അവൻ ഇനിയും അവൻ വിശാലത പ്രാപിക്കാൻ പോകുകയാണ്. അവൻ സ്തോത്രം പട്ടണങ്ങൾ ഇനി മുന്തിക്കും. അവൻ വിശാലത പ്രാപിക്കും. അവൻ വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്താണ്. യേശുവിന്റെ നാമത്തിൽ 1-ാം അധ്യായം അവൻ സ്തോത്രം 17-ാം വാക്യമാണ്. അവൻ സ്തോത്രം ഹല്ലേലൂയ. പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. നീ നിമിത്തം അവൻ സ്തോത്രം നിന്റെ പട്ടണങ്ങൾ അവൻ വിശാലത പ്രാപിക്കാൻ പോകുകയാണ്. അവൻ 11-ാം അധ്യായത്തിൽ അവൻ സ്തോത്രം പ്രൈസ് ഗോഡ് ബെഥാനിയ അവൻ ഒരു സാധാരണ ഗ്രാമമായിരുന്നെങ്കിൽ യേശു ഒരു അത്ഭുതം ചെയ്തപ്പോൾ ആ ബെഥാനിയ പിന്നെ അറിയപ്പെട്ടത് ലാസറിന്റെ പേരിലാണെങ്കിൽ നിന്റെ കൊച്ചു ഗ്രാമം നിനക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ചില അത്ഭുതങ്ങൾ നിമിത്തം അവൻ അറിയപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. പട്ടണങ്ങൾ വിശാലത പ്രാപിക്കും. ഏറ്റെടുക്കുന്നവരുണ്ടോ? ഒന്ന് കരമുയർത്തി ഒന്ന് സ്തുതിച്ചോ. എന്റെ ഗ്രാമം വിശാലത പ്രാപിക്കും. അവൻ സ്തോത്രം. ദൈവം ഇനിയും എന്ത് ചെയ്യും? അവൻ സ്തോത്രം അവൻ സിയോനെ ആശ്വസിപ്പിക്കുകയും അവൻ യെരൂശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ദൈവം കോപിച്ചതാ, പിതാക്കന്മാരോട് കോപിച്ചതാ, മാറ്റി നിർത്തിയതാ. പക്ഷെ ദൈവം പറയാ, എനിക്കൊരു മനസ്സുണ്ട്, ഞാൻ ആശ്വസിപ്പിക്കാൻ പോവാ, ഞാൻ ഇനിയും തെരഞ്ഞെടുക്കാൻ പോവാ. ഇതാ നമ്മുടെ ദൈവം. ഇങ്ങനെ ഒരു ദൈവം ഇല്ലായിരുന്നെങ്കിൽ എന്നെ നമ്മൾ നശിച്ചുപോയനെ. തെരഞ്ഞെടുക്കുന്ന, ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്വീകരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഈ ജനം നിമിത്തം അവിടെ ഗ്രാമങ്ങളിൽ വിടുതലുണ്ടാകട്ടെ, പട്ടണങ്ങളിൽ വിടുതലുണ്ടാകട്ടെ. ആമേൻ സ്തോത്രം. ദേശങ്ങളിൽ വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ. ആമേൻ സ്തോത്രം. ദൈവാത്മാവിനോട് പറയുന്നു, ആമേൻ അഭിവൃദ്ധി ഹേതുവായി വിശാലതകൾ വരും. അഭിവൃദ്ധി ഹേതുവായി നീ എന്ന ഒരൊറ്റ ആൾ ആ ദേശത്തുള്ളത് നിമിത്തം ഡെവലപ്മെന്റുകൾ വരാൻ പോവാ. ആമേൻ നിന്റെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആ സ്ഥലങ്ങളൊക്കെ മാറാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടാൻ പോവുകയാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ മാറ്റം ശ്രദ്ധിച്ചേ. ഒന്നാം അധ്യായം തന്നെ 13-ാം വാക്യം. അതിന് യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസത്തിന്റെ വാക്കും. കണ്ടോ? മാനസാന്തരപ്പെടാൻ തയ്യാറായപ്പോൾ, തിരിയാൻ തയ്യാറായപ്പോൾ പിന്നെ ദൈവം എന്താ പറയുന്നത്? ശവപ്പെട്ടി കാണുന്നു. ചില ആൾക്കാർ ഒന്നും ശവപ്പെട്ടി കാണുന്നു. ആമേൻ സ്തോത്രം. ആന കുത്താൻ വരുന്നു, പോത്തിടിക്കാൻ വരുന്നു. ഇതൊക്കെയാണ് എന്നും ഞാൻ പലപ്പോഴും പറയാറുണ്ട്. വല്ലപ്പോഴും ഒരു വെള്ളരിപ്രാവിനെങ്കിലും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെങ്കിലും കാണണേ. സ്തോത്രം. എല്ലാ ദിവസവും പോത്ത് കുത്താൻ വരുന്നു, ആന കുത്താൻ വരുന്നു ഒക്കെ ആണെങ്കിൽ ആമേൻ എന്തോ പ്രശ്നമുണ്ട്. സ്തോത്രം. ഒന്നിക്കൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റണം. ദൈവം ഇവിടെ പറയുന്ന വാക്കുകൾ അനുസരിച്ച് നല്ല വാക്കും ആശ്വാസത്തിന്റെ വാക്കും. ആരാ പരിശുദ്ധാത്മാവ്?
ആരാ പരിശുദ്ധാത്മാവ്? നമ്മൾ മാനസാന്തരപ്പെടാൻ മാറാൻ തയ്യാറാകുമ്പോൾ ആമേൻ സ്തോത്രം നല്ല വാക്കും ആശ്വാസത്തിന്റെ വാക്കും പറയുന്നത് പരിശുദ്ധാത്മാവ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ് നല്ല വാക്കും ആശ്വാസത്തിന്റെ വാക്കും. കേട്ടോ? ആമേൻ. രണ്ടാം അധ്യായം ആമേൻ സ്തോത്രം അതിന്റെ 5-ാം വാക്യം. വേഗത്തിൽ ഞാൻ പോവാം. ആമേൻ സ്തോത്രം. 1 ദൈവം പറഞ്ഞു ആമേൻ നല്ല വാക്കും ആശ്വാസത്തിന്റെ വാക്കും. 2 ദൈവം പറഞ്ഞു അഭിവൃദ്ധിയും വിശാലതയും. ആമേൻ സ്തോത്രം. 4-ാം വാക്യത്തിൽ ആമേൻ സ്തോത്രം ആമേൻ 5-ാം വാക്യത്തിൽ പറയുന്നു എന്നാ ഞാൻ അവർക്ക് ചുറ്റും തീമതിലായിരിക്കും. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 17 വർഷമായിട്ട് ആമേൻ സ്തോത്രം ആലയത്തിന്റെ പണി നടന്നു, ഒന്നും നടക്കുന്നില്ല. സ്തോത്രം. ആമേൻ സൻബല്ലത്തും റൂബിയാവും ഒക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഭാഗത്ത് ദൈവം പറയാ ഇനി ഞാൻ വെറുതെ ഇരിക്കത്തില്ല, ഞാൻ അവർക്ക് ചുറ്റും തീമതിലായിരിക്കും. ആലയത്തിന്റെ പണി നടക്കാൻ പോവാ, വലിയ ആത്മീക ഉണർവ് നടക്കാൻ പോവാ. അത് കാണുന്ന പിശാച് പലതിനെ ഇളക്കി വിടും. ഈ ദിവസങ്ങളിൽ ദൈവസഭയെ വേദനിപ്പിക്കും, ബുദ്ധിമുട്ടിക്കും. പക്ഷെ ദൈവം പറയുന്നു ആമേൻ സ്തോത്രം ഐ വിൽ ബി എ ആമേൻ വാൾ ഓഫ് ഫയർ. ഞാൻ നിങ്ങൾക്ക് ചുറ്റും തീമതിലായിരിക്കും. സ്തോത്രം. നിന്റെ വീടിന് ചുറ്റും ആ തീമതിൽ വെളിപ്പെടട്ടെ. സ്തോത്രം. ഒരു കാര്യം ഉറപ്പാതെ, ആത്മീകമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ, ആത്മീകമായിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിശാച് വെറുതെ ഇരിക്കുന്നത്? സ്തോത്രം. അപ്പുറത്തെ സൂസിക്ക് പ്രശ്നമില്ല, ഇപ്പോഴത്തെ ജോസേട്ടന് പ്രശ്നമില്ല. ആമേൻ സ്തോത്രം. ഇതെല്ലാം ഞാൻ ചുമ്മാ പറഞ്ഞാട്ടോ, പേര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കും. ആമേൻ സ്തോത്രം. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ തീരുമാനം എടുത്തു, ചിലതൊക്കെ വിട്ടുകളയാൻ തീരുമാനം എടുത്തു, ദൈവത്തിലേക്ക് തിരിയാൻ തീരുമാനം എടുത്തു. അന്ന് മുതൽ എനിക്ക് പ്രശ്നമാവാസേ, നീ കറക്റ്റ് ട്രാക്കിലാവില്ലേ? നീ കറക്റ്റ് ട്രാക്കില്ല. സ്തോത്രം. പക്ഷെ നിനക്ക് ചുറ്റും തീമതിലാകുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഇന്ന് പകലിൽ ധൈര്യപ്പെട്ടോ, ബലപ്പെട്ടോ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഇന്നും പകലിൽ ആമേൻ ഏതൊക്കെ മേഖലകളിൽ നിനക്കൊരു പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടോ അവിടെ എല്ലാം നിനക്ക് തീമതിലായിട്ട് അവൻ ഇരിക്കും. അബ്രഹാം ആമേൻ സ്തോത്രം ഒരിക്കൽ സോദോം രാജാവിനെ ജയിച്ചു വരുമ്പോൾ ആമേൻ ദൈവം പറഞ്ഞൊരു ദൂതുണ്ട്. എന്താ ദൂത്? ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും നിന്റെ പരിചയമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സോദോം രാജാവിനെയൊക്കെ ജയിച്ച് കൊള്ളയൊക്കെ പങ്കിട്ട് വരുമ്പോ നമ്മുടെ ശത്രുക്കൾക്കൊക്കെ ഭയങ്കര അസൂയയാണ്. സ്തോത്രം. ഞാൻ പറയട്ടെ മകളെ, നമ്മളോട് ആൾക്കാർ എതിരിടുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ പൈസയും നിങ്ങളുടെ കാറും വീടും കണ്ടിട്ടൊന്നുമല്ല. നിങ്ങൾ ആ കൊച്ചു വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ആടി പാടി അവൻ കുഞ്ഞുങ്ങളായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുന്നു. അതാണ് അവിടെ പ്രശ്നം. അവിടെ വീട്ടിൽ ഇതില്ല. ആമേൻ സ്തോത്രം. അവർക്ക് എന്നും പ്രശ്നങ്ങളാണ്. അവൻ കുഞ്ഞുങ്ങൾ അനുസരിക്കുന്നില്ല, ഭാര്യ ഭർത്താവ് തമ്മിൽ അടി, പ്രശ്നം, ഇവിടെ ഇഷ്ടം. പക്ഷെ ഇവിടെ നോക്കൂ, ആമേൻ സ്തോത്രം ഒന്നും ഇല്ലെങ്കിലും അവിടെ ഭയങ്കര സന്തോഷമാണ്. ഇതാണ് അവിടെ അസൂയയുടെ കാരണം. പക്ഷെ ദൈവം പറയാണ് ആമേൻ അബ്രഹാമെ പ്രതിഫലം കൂടുക, പക്ഷെ ശത്രുക്കൾ വർദ്ധിക്കും, അസൂയാലുക്കൾ വർദ്ധിക്കും. പക്ഷെ ഞാൻ നിനക്ക് പരിച കൂടെയാണ്. ഐ ആം ദ ഷീൽഡ് അറൗണ്ട് മീ. ആമേൻ സങ്കീർത്തനക്കാരൻ പറയുന്നു ആമേൻ നീയോ യഹോവ എനിക്ക് ചുറ്റും പരിച, എന്റെ മഹത്വം, എന്റെ ആമേൻ തല ഉയർത്തുന്നവനാകുന്നു. സ്തോത്രം. യു ആർ ദ ഷീൽഡ് അറൗണ്ട് മീ. എനിക്ക് ചുറ്റും ഒരു പരിചയമാണ് അവൻ. ആമേൻ സ്തോത്രം. അടുത്തത് ദൈവം പറയാ ആമേൻ സ്തോത്രം. പ്രൈസ് ഗോഡ്. അതിന്റെ ആമേൻ പ്രൈസ് ഗോഡ്. ആമേൻ സ്തോത്രം. അടുത്ത വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് ആമേൻ സ്തോത്രം അതിന്റെ 8-ാം വാക്യത്തിൽ ആമേൻ സ്തോത്രം സൈന്യങ്ങളുടെ യഹോവ ആമേൻ സ്തോത്രം ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിൽ അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ എന്റെ കൃഷ്ണമണിയെ തൊടുന്നു. സ്തോത്രം. പ്രൈസ് ഗോഡ്. അടുത്ത ദൂത് വന്നു കേട്ടോ. ദൈവത്തോട് നമ്മൾ അടുക്കുമ്പോൾ ദൈവം ഇങ്ങനെ പലപരാ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കും. സമൃദ്ധിയുടെയും സംരക്ഷണത്തിന്റെയും ആമേൻ സ്തോത്രം അനുഗ്രഹത്തിന്റെയും ദൂത് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തോട് അടുത്താൽ മതി. കുറവുകൾ ഏറ്റു പറഞ്ഞ് കർത്താവിനോട് അടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ആമേൻ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. 4-7 ഒരു ദൂതുണ്ട്. അവിടെ എങ്ങനെ പറയുന്നു? സൈന്യത്താൽ സെരുബ്ബാബേലിന്റെ കയ്യിൽ ആമേൻ തൂക്കുകെട്ട ഇരിക്കുക. ആമേൻ സ്തോത്രം. ദൈവം പറയാം ഒത്തിരി സന്തോഷമുണ്ട്, പണിയാൻ നിനക്ക് ആഗ്രഹമുണ്ട് അല്ലെ? പക്ഷെ ഒരു ദൂത് പറയാം, ഇറ്റ് ഇസ് നോട്ട് ബൈ മൈ നോട്ട് ബൈ പവർ ബട്ട് ബൈ മൈ സ്പിരിറ്റ്. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാലാണ്. അപ്പൊ നോക്കിക്കേ ആമേൻ പെട്ടെന്ന് ആമേൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. സെക്കര്യാവിനെ ദൈവം അയച്ചു. അവൻ അയക്കുമ്പോൾ ഉള്ള സാഹചര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആലയത്തിന്റെ ചുമര് ഓളം നിന്നിട്ടുണ്ട്, പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ സെക്കര്യാവ് വന്നു. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ ദൂത് അദ്ദേഹത്തിലൂടെ ദൈവം കൊടുക്കുകയാണ്. അവൻ കൊടുത്ത് ആമേൻ സ്തോത്രം. എന്താ ദൂത്? അവൻ എങ്കിലേക്ക് തിരുവി, ഞാൻ നിങ്ങളിലേക്ക് തിരിയും. ആമേൻ. അടുത്തത് ആമേൻ സ്തോത്രം. ആമേൻ വചനം പറയുന്നു നല്ല വാക്കും ആശ്വാസത്തിന്റെ വാക്കും. ആമേൻ 3 ആമേൻ സ്തോത്രം
സ്തോത്രം ഹല്ലേലൂയ. പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധിയായി മാറും. ആമേൻ സ്തോത്രം. വിശാലത പ്രാപിക്കും. ദൈവം തെരഞ്ഞെടുക്കും. ദൈവം മനസ്സറിയും. ആമേൻ സ്തോത്രം. 4 ആമേൻ സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് ചുറ്റും തീമതിലായിരിക്കും. ആമേൻ സ്തോത്രം. 5 ആമേൻ സ്തോത്രം. നിങ്ങളെ തൊടുന്നവൻ എന്റെ കൃഷ്ണമണിയെ തൊടുന്നു. ആമേൻ 6 ആമേൻ സ്തോത്രം. പ്രൈസ് ഗോഡ്. സൈന്യത്താലല്ല, ശക്തിയാലും അല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. എന്തൊരു ദൂതുകളാ, ഇഷ്ടംപോലെ ദൂതിന്റെ തടിയ. ആമേൻ സ്തോത്രം. ഇതെല്ലാം കേട്ട് ആത്മാവിൽ ബലപ്പെട്ട് ശക്തിപ്പെട്ട് ആമേൻ സ്തോത്രം എല്ലാവരും എഴുന്നേറ്റ് പണിത് ആമേൻ തടസ്സങ്ങളൊക്കെ മാറി ആലയമൊക്കെ പണിത് റെഡിയായി. സ്തോത്രം ഹല്ലേലൂയ. ഭയങ്കര സന്തോഷം. കാരണം അവർക്ക് ഏറ്റവും വലുത് തങ്ങളുടെ ആലയമായിരുന്നു. അത് നഷ്ടപ്പെട്ടതിന്റെ വേദന അവർക്കുണ്ട്. ഇപ്പൊ ആലയമൊക്കെ പണിയപ്പെട്ടു. സ്തോത്രം. വളരെ സന്തോഷമായി. പക്ഷെ ഒരു വേദനയുണ്ട്. അതുകൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരു വേദനയുണ്ട്. ഒരു കാലത്ത് മുന്തിരിയും മാതളവും ആമേൻ സ്തോത്രം യവവും ഒക്കെ ആമേൻ കൊയ്തെടുത്ത ദേശം ഇപ്പൊ ശൂന്യമായിട്ട് കിടക്കുക. ആമേൻ തരിശു ഭൂമിയായിട്ട് കിടക്കുക. വർഷങ്ങളായി വിട്ടേച്ചു പോയിട്ട് ആമേൻ തരിശായിട്ട് കിടക്കുന്നു. സ്തോത്രം. അവർ പണ്ട് കഴിച്ച ആ മുന്തിരിയും മാതളവും ഒക്കെ അവർക്ക് ഓർമ്മയുണ്ട്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എന്തൊരു ടേസ്റ്റ് ആണ്. ആമേൻ ഈ കഴിഞ്ഞ കഥാദാസൻ എനിക്ക് ആമേൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. യെരൂശലേമിൽ ആമേൻ സ്തോത്രം ഉത്സവത്തിന് ആമേൻ അന്നത്തെ മുന്തിരി കൊണ്ടുവരത്തില്ലായിരുന്നു. കാരണം മുന്തിരി കൊലകൾ. കാരണം ആമേൻ സ്തോത്രം അത്ര വലിയ ആമേൻ മുന്തിരി കൊലകളാണ്. യോശുവയും കാലേബും ഒക്കെ ചുമന്നോട്ട് വന്ന് വലിയ മുന്തിരി കൊല കേട്ടിട്ടില്ലേ? സ്തോത്രം. അത്ര സമൃദ്ധിയാണ്. കാരണം അത് ആ മണ്ണിന്റെ ഗുണമൊന്നും അല്ല, ദൈവം അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന്റെ ഗുണമാണ്. സ്തോത്രം. അതാണ് ഇപ്പോഴും അപ്പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് 10,000-4,000 റോക്കറ്റും ആമേൻ സ്തോത്രം യുദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ എല്ലാ രാജ്യങ്ങളോടൊക്കെ സക്കാത്ത് വാങ്ങിയിട്ട് പൈസയൊക്കെ വാങ്ങിയിട്ട് ഈ യുദ്ധങ്ങളൊക്കെ ഇങ്ങനെ യുദ്ധ സാമഗ്രികളൊക്കെ ഇങ്ങനെ കൂട്ടിവെക്കും. എന്നിട്ട് എല്ലാം ഒരു 10,000-4,000 ഒക്കെ ആയി കഴിയുമ്പോൾ അങ്ങ് വിടാൻ തുടങ്ങും. സ്തോത്രം. 1ഉം 2ഉം റോക്കറ്റ് അല്ല, 4,000-5,000 റോക്കറ്റ് ഒക്കെ ഒരുമിച്ച് തൊട്ടടുത്ത് നിന്ന് ഇങ്ങോട്ട് വിടുന്നതിന്റെ കൊച്ച് ഈ രാജ്യത്തിലേക്ക് വിടുന്നതിന്റെ കാരണം ഒറ്റയൊന്നേ ഉള്ളൂ, അസൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ അവൻ എന്ത് നട്ടാലും ഉണ്ടാകും. കേരളത്തിൽ നിന്ന് കുറെ മന്ത്രിമാർ പോയിട്ട് അവിടുത്തെ കൃഷിയൊക്കെ കണ്ടിട്ട് വന്നു. ആമേൻ സ്തോത്രം. പ്രൈസ് ഗോഡ്. എന്ത് നട്ടാലും ഉണ്ടാകും. ഭയങ്കര ഫലഭൂയിഷ്ഠതയാണ്. കാരണം ദൈവത്തിന്റെ ഫേവറാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് സമൃദ്ധിയും നന്മയും ഉണ്ടാകും. പ്രൈസ് ഗോഡ്. അപ്പൊ ഇവിടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വേദനയുണ്ട്. ആമേൻ സ്തോത്രം. സമൃദ്ധി ആമേൻ ഒരു ഭക്ഷ്യ സംബന്ധമായിട്ടുള്ളതൊന്നും അവരുടെ ജീവിതത്തിലില്ല. ആമേൻ സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവം ഒരു മഴ അയക്കും. പേര് മുൻമഴ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആ മഴ അങ്ങോട്ട് പെയ്യും. നിലത്തൊക്കെ ആമേൻ സ്ഥലമൊക്കെ നനയും. ആമേൻ സ്തോത്രം. ആമേൻ ഉഴുകൽ തുടങ്ങും. ആമേൻ സ്തോത്രം. അതിനകത്ത് ആമേൻ സ്തോത്രം മുന്തിരിയും മാതളവും ഇതൊക്കെ നടും. ആമേൻ സ്തോത്രം. അതെല്ലാം ഇങ്ങനെ ഫലമായിട്ട് ഇങ്ങനെ വരും. സ്തോത്രം. ഫലമായിട്ട് വരുന്ന സമയത്ത് ആമേൻ സ്തോത്രം. ആമേൻ 3 കാറ്റുകളുണ്ട്. സ്തോത്രം. 1 വടതിക്കാറ്റ്, 2 തെന്നിക്കാറ്റ്, 3 തെക്കൻ കാറ്റ്. സ്തോത്രം. വടതിക്കാറ്റെ വീശുക, തെന്നിക്കാറ്റെ ഊതുക. എന്റെ പ്രിയൻ തോട്ടത്തിൽ വിശിഷ്ട ഫലം ഭുജിക്കേണ്ടതിന് അതിന്റെ മേൽ ഊതുക. പ്രൈസ് ഗോഡ്. അപ്പൊ ഈ 2 കാറ്റും എന്താ? വടതിക്കാറ്റും തെന്നിക്കാറ്റും ഫലങ്ങളൊക്കെ റെഡിയാക്കുന്ന കാറ്റാണ്. അത് വലിയ കുഴപ്പമില്ല. പക്ഷെ 3ാമതൊരു കാറ്റുണ്ട്. ആ കാറ്റിന്റെ പേര് തെക്കൻ കാറ്റെന്നാണ്. അത് മരുഭൂമി കാറ്റാണ്. മണലും അടിച്ചോണ്ടാണ് വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മണലിനെയും പൊക്കിക്കൊണ്ട് വരുന്ന ഈ തെക്കൻ കാറ്റ് അവൻ സ്തോത്രം. ശ്രദ്ധിച്ച്. മുൻമഴ പെയ്തു. അവൻ കൃഷിക്ക് യോഗ്യമായി അവൻ എല്ലാം നട്ടു. ഫലമൊക്കെ ഇങ്ങനെ റെഡിയായി വരുമ്പോ ഈ തെക്കൻ കാറ്റ് വന്നിട്ട് എന്ത് ചെയ്യും? അവൻ സ്തോത്രം ഈ ഫലങ്ങളെല്ലാം അങ്ങ് മൂടിക്കളയും. പ്രൈസ് ഗോഡ്. ശ്രദ്ധിച്ച്. അവൻ ഒരു ദിവസം വരെ വളരെ പ്രതീക്ഷയോടെ അവൻ കാത്തിരുന്ന അവൻ ദൈവമക്കളായ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ വളരെ വേദനയാണ്. വർഷങ്ങളുടെ അധ്വാനമായിരുന്നു. സ്തോത്രം. പക്ഷെ എല്ലാം തകർന്നു പോയി. ദൈവമക്കളെ, ഇന്ന് ഈ സമയത്ത് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ലോകരാജ്യങ്ങളിൽ അവൻ വർഷങ്ങളുടെ അവൻ സ്തോത്രം ഹല്ലേലൂയ അധ്വാനം കൊണ്ട് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ പലതും അവൻ ഭൂമി കുലുക്കത്തിനകത്തൊക്കെ തകർന്നു പോകുന്നത് പോലെ വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഇതുവരെ ഉണ്ടായതിനേക്കാൾ റിക്ടർ സ്കെയിലിൽ ശക്തമേറിയ അവൻ ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. എല്ലാ അവൻ മനുഷ്യന്റെ കരുതലുകളും കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന നിലവാരത്തിൽ ഭൗമമണ്ഡലത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ കര ഇറങ്ങാൻ പോവുകയാണ്. ചില രാജ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ശക്തമായിട്ട് ദൈവം നീട്ടും. അവൻ ചില മ്ലേച്ഛതകളെ, ചില പാപങ്ങളെ ദൈവം വെച്ചുകൊണ്ടിരിക്കുന്നില്ല. സ്തോത്രം. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? ആമേൻ ഇത് ദൈവമക്കളെ ബാധിക്കും എന്നുള്ളതാണ്. ആമേൻ ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്. സ്തോത്രം. ആമേൻ ബാബിലോണിയർ വന്നപ്പോൾ ഹബക്കൂക്ക് പറഞ്ഞ അത്തിവൃക്ഷം എനിക്ക് പൂക്കില്ല, മുന്തിരിവള്ളി ഫലം തരില്ല, ശാലകളിൽ കന്നുകാലിയില്ല. ഇത് ദൈവമക്കളെയും ബാധിക്കുന്ന
വിഷയമാണ്. അവൻ പക്ഷേ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കും. അവൻ സ്തോത്രം, ഹല്ലേലൂയ. അവൻ എല്ലാ പ്രയത്നങ്ങളും അവൻ തെക്കൻ കാറ്റ് കൊണ്ടുവന്ന മണൽ കൊണ്ട് മൂടിപ്പോയെങ്കിൽ ദൈവം ഹെർമോൻ പർവ്വതത്തിൽ ഒരു മഴ പെയ്യിക്കും. പേര് പിന്മഴ, ലേറ്റർ റെയിൻ. അവൻ മഹത്വത്തിന്റെ, അവൻ സാന്നിധ്യത്തിന്റെ മഴ. ആ മഴ പെയ്തിറങ്ങും. എന്താ സംഭവിക്കുന്ന അറിയാമോ? തെക്കൻ കാറ്റുകൊണ്ട് മണൽ മൂടിയിട്ട എല്ലാ വൃക്ഷ ഫലങ്ങളും പിന്നെയും ആ മഴ കൊണ്ട് നനഞ്ഞ് അവൻ ആ ഫലങ്ങളൊക്കെ പിന്നെയും പുറത്തേക്ക് വരും. സ്തോത്രം, ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിലും സംഭവിച്ചത് ഇത് തന്നെയാണ്. അവൻ ദുഃഖം കൊണ്ടും ഭാരം കൊണ്ടും ഒക്കെ മൂടിപ്പോയ അവൻ സ്തോത്രം അപ്പോസ്തലന്മാരുടെ മേൽ ഒരു പിന്മാരി പെയ്തിറങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. അവനവിടെ ഹൃദയമൊക്കെ സന്തോഷിച്ചു. പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ നിറഞ്ഞ് അവർ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കാനായിട്ട് തുടങ്ങി. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുക ദൈവമക്കളെ, ഈ ഒരു സീസണിലാണ് അവൻ സഖരിയാവെന്ന പ്രവാചകൻ വിളിച്ചു പറയുന്നത്. പിന്മഴയുടെ സീസണാണ്. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് ആലയം പണിയപ്പെട്ടു. ആലയത്തിനകത്ത് വലിയ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ നടക്കുന്നുണ്ട്. അവൻ ആത്മീയമായിട്ട് ഒരു കുറവ് ഇപ്പോ ഇല്ല. അവൻ പക്ഷേ അവൻ കുറവുള്ള മേഖലകളെ അവൻ ആത്മീകമായിട്ടതിൽ മാത്രമല്ല ബൗദ്ധിക മേഖലകളിലും നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ വചനത്തിലൂടെ ദൂത് പറഞ്ഞ അവൻ. പക്ഷെ നിന്റെ വിഷയം ആ ഭൗതികമായിരിക്കുന്നത്. നിന്റെ വിഷയം ആലയം പണിയണം. അവൻ ദേശത്ത് പ്രാർത്ഥന നടക്കണം. അവൻ ആത്മാക്കൾ എഴുന്നേൽക്കണം. അവൻ പരസ്യയോഗത്തിന് പോകണം. അവൻ സ്തോത്രം കൺവെൻഷന് പോകണം. അവൻ ചിലരോട് യേശുവിനെ കുറിച്ച് പറയണം. 2 ട്രാക്ട് കൊടുക്കണം. ആലയം 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 പണിയുന്നതിൽ നിനക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ അപ്പുറത്ത് മാതളവും യവവും അവൻ സ്തോത്രം മുന്തിരിയും എല്ലാം അവൻ തരാൻ ദൈവം നിനക്ക് വിശ്വസ്തനാകട്ടോ. ഹല്ലേലൂയ. തന്റെ മക്കളെ മറന്നു കളയുവാൻ അവന്റെ നീതിയുള്ള ദൈവമല്ല. അവൻ ദാവീദ് പറഞ്ഞു, മാനസികങ്ങളിൽ കിട്ടാതെ വിശക്കും എങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവില്ല. ഹല്ലേലൂയ. അവൻ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ദൈവം ഈ 2020 അവൻ സ്തോത്രം അവൻ സ്തോത്രത്തിന്റെ വിഷയത്തിന് പരിഹാരം തരും കേട്ടോ. അവൻ പക്ഷേ ഇന്ന് പകലിൽ ഒരു തീരുമാനം എടുക്കണം. എല്ലാ കണ്ണുകളും അടച്ച് ഗൃഹബിംബങ്ങൾ നിറയുന്ന വ്യാജ ദർശനങ്ങൾ ദർശിക്കുന്ന ആത്മീയഗോളവും ഭൗതികഗോളവും നമ്മുടെ കേരളം തന്നെ പരിശോധിച്ചാൽ അറിയാം. അവൻ സ്തോത്ര ദൈവങ്ങളെ എത്ര അവൻ മൃഗീയമായിട്ടാണ് കൊലപാതകങ്ങൾ നടക്കുന്നത്. എത്ര അവൻ പ്രതിസന്ധികളാണ് ദേശത്ത് വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ സ്തോത്രം ആത്മീയഗോളത്തിൽ പലർക്കും അതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. അവിടെ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കാനും അവിടെ ഇലക്ഷനും അവിടെ കാര്യവാനും ഒക്കെ ആയിട്ട് അവൻ ആത്മീയഗോളം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നത്, എനിക്ക് വേണ്ടി ആരുണ്ട്? അവൻ ആത്മാക്കൾക്ക് വേണ്ടി കരയാൻ ആരുണ്ട്? പ്രവർത്തിക്കാൻ ആരുണ്ട്? എന്റെ പരസ്യവും നടത്താൻ ആരുണ്ട്? അവൻ ഹല്ലേലൂയ ട്രാക്ട് കൊടുക്കാൻ ആരുണ്ട്? അനന്തരം ഞാൻ ആരെ അയക്കണം? ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിനകത്ത് അവൻ സ്തോത്ര സാറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് വാദം മൂടി, 2 കൊണ്ട് മറന്നു നിന്നുകൊണ്ട് ആരാധിക്കുമ്പോൾ ആ സിംഹാസനത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന യെശയ്യാവ് അവൻ ഒന്നും അവന് കാണാൻ പറ്റുന്നില്ല. ദൈവം അവൻ എഴുന്നേൽക്കുന്നില്ല. ഈ സറാഫുകളുടെ ആരാധന ഞാൻ സ്വീകരിക്കുന്നു എന്ന് ആ ദൈവം പറയുന്നില്ല. ഒരക്ഷരം മിണ്ടുന്നില്ല. നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ പിതാക്കന്മാർ മിണ്ടാതിരിക്കുന്നത് പോലെ സിംഹാസനത്തിൽ ഒരു പിതാവ് മിണ്ടാതിരിക്കുകയാണ്. യെശയ്യാവ് ചിന്തിച്ചു, എന്താ ഈ അപ്പം മിണ്ടാത്ത? എന്താ അപ്പം വായെന്ന് തുറക്കാത്ത? അവൻ അല്പസമയം കഴിഞ്ഞപ്പം ഒരു ഞരങ്ങല് കേൾക്കാം, ഒരു വേദന കേൾക്കാം. അതിനകത്ത് നിന്നൊരു വാക്ക് ഇങ്ങനെ വെളിപ്പെട്ടു വന്നു. യെശയ്യാവ് അത് കേട്ടു. ഞാൻ ആരെ അയക്കണം? ആരെ എനിക്ക് വേണ്ടി പോകും? അപ്പം ഹൃദയം മുഴുവനും ഇതായിരുന്നല്ലേ. അവൻ നഷ്ടപ്പെട്ട തന്റെ മക്കൾ എന്ന് തിരിച്ചു വരുമെന്ന് അവൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഒരു അപ്പൻ അവൻ സ്വർഗത്തിൽ നിനക്കുണ്ട് കേട്ടോ. ആ അപ്പന്റെ ഭാരം ചുമക്കാനാ ദൈവം നിനക്ക് നല്ല വീട് തന്നത്. അപ്പന്റെ ഭാരം ചുമക്കാനാ അവൻ നിനക്ക് തലമുറകളെ തന്നത്. അവന്റെ അപ്പന്റെ ഭാരം ചുമക്കാനാണ് സാമ്പത്തിക നന്മകളും ഉയർച്ചകളും മാന്യതകളും തന്നത്. എല്ലാ കണ്ണും അടച്ച് അവന്റെ പിന്മഴയുടെ സീസണാണ്. ഇത് പരിശുദ്ധാത്മ പകർച്ചയുടെ നാളുകളാണ്. അഭിഷേകത്തിന്റെ നാളുകളാണ്. ദൈവം നിന്നെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. ബോവസിന്റെ വയലിനകത്ത് കതിർ പെറുക്കി തുടങ്ങിയതുപോലെ ഈ ദിവസങ്ങളിൽ അല്പം കതിരാണെങ്കിലും അത് ചെയ്യുവാൻ, അത് പെറുക്കുവാൻ, അല്പം ഡ്രാക്ട് ആണെങ്കിൽ അത് കൊടുക്കുവാൻ, അവൻ സ്തോത്രം ഒരു പരസ്യ യോഗത്തിന് ഒരു പാട്ട് പാടാൻ കഴിവ് തന്നെങ്കിൽ അത് പാടുവാൻ, അവൻ സ്തോത്രം ഒരു സാക്ഷ്യം പറയാൻ, അവൻ പാസ്റ്റർ ഞാൻ വരാം,
ആമൻ എന്ന് പറഞ്ഞ് എല്ലാ ലജ്ജകളും മാറ്റിവെച്ച് ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്ക്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് രക്ഷിക്കാൻ ദൈവശക്തിയാണെന്ന് ആമൻ സ്തോത്രം. ഇത്ര പേർ ഇന്ന് പകലിൽ പറയും. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു പിന്മാരി പെയ്യണം പിതാവേ. ഒരു യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ദേശത്തിന്റെ മേൽ പെയ്യണം. ഇൻഗ്രേസ് ഫെലോഷിപ്പിന്റെ മേൽ പിന്മാരി പെയ്തിറങ്ങണം. ഗൃഹബിംബങ്ങൾ നിത്യാദ്യം സംസാരിക്കുകയാണ്, വ്യാജ ദർശനങ്ങൾ സംഭവിക്കുകയാണ് ദേശത്ത്. അവൻ മുഴുവനും അവൻ തകർച്ചകളും ശൂന്യതകളുമാണ്. ഒരു പിന്മാരി അല്ലാതെ അവൻ ഇതിനൊരു ഉത്തരവില്ല കർത്താവേ. മിന്നൽ പിടരുകൾ ഉണ്ടാകട്ടെ, സകല സസ്യാദികൾക്കും ആവശ്യമായ മാരി പെയ്തിറങ്ങട്ടെ, ഇറങ്ങട്ടെ 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 യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ഗോഡ്. ആമേൻ. നമ്മുടെ ദേശത്ത് ഇറങ്ങിയ പരിശുദ്ധാത്മ പകർച്ചകൾ പിന്നെയും വെളിപ്പെട്ടു വരട്ടെ. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേ. ആമേൻ. ഓരോ ഡിസ്ട്രിക്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ചേ, നിങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ. ആമേൻ. ചില സമയങ്ങൾ 5 മിനിറ്റ് അവൻ ഒന്ന് എടുത്തൊന്ന് പ്രാർത്ഥിച്ചേ, ആത്മാവിനൊന്ന് പ്രാർത്ഥിച്ചേ. അതിന്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തട്ടെ, നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തട്ടെ. വെളിപ്പാട് പുസ്തകത്തിലെ പ്രാർത്ഥന ധൂപപീഠമായി, ധൂപപീഠത്തിന് ഉയരുന്ന ധൂപമായി സ്വർഗത്തിലേക്ക് എത്തിയപ്പോൾ ചില ദൈവപ്രവൃത്തികൾ നടന്നതുപോലെ യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രാർത്ഥന അത്ര ശക്തമാകട്ടെ. ഓ, ധൂപപീഠത്തിൽ നിന്ന് കട്ടിയേറിയ പുക ഉയരുന്നത് പോലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് തിക്നെസ് ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കട്ടിയേറിയ പ്രാർത്ഥനകൾ, പരിശുദ്ധാത്മ പ്രാർത്ഥനകൾ, ഐശാചിക മണ്ഡലങ്ങളെ, ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ ഓടിച്ച് ദേശത്ത് ഉണർവ് കൊണ്ടുവരുന്ന സ്തോത്ര പ്രാർത്ഥനകൾ വെളിപ്പെട്ട് പ്രാർത്ഥിച്ചു. ഞാൻ എന്റെ കൂടെ പ്രാർത്ഥിക്കും ഈ രാവിലെ സമയം. പരിശുദ്ധാത്മാവിന് എത്ര പേർ പ്രാർത്ഥിക്കും? ഓ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗം തുറക്കണമേ. പരിശുദ്ധാത്മാവിന്റെ തീ, അഭിഷേകത്തിന്റെ തീ യേശുവിന്റെ നാമത്തിൽ ഓരോ മക്കളുടെ മേലെ ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ, തളർച്ചകൾ മാറട്ടെ. ഓ, വചനം പറയുന്നത് പോലെ എന്റെ ആജഗണത്തെ ഞാൻ മനോഹര തുരകങ്ങളാക്കും. ഓ, എന്ന് വാടിനെ പോലെ സ്തോത്രം വെള്ളവും ഇലയും കഴിച്ച് ജീവിക്കുന്നവനല്ല നീ. ദൈവം സക്കറിയാവിനോട് പറയുകയാണ്, എന്റെ ആജഗണത്തെ ഞാൻ മനോഹര തുരകങ്ങളാക്കും, വാർ ഹോഴ്സുകളാക്കും. വിശ്വസിക്കുന്നവരുണ്ടോ? എന്റെ തലമുറയെ ഒരു വാർ ഹോഴ്സായി, ഒരു യുദ്ധ കുതിരയാക്കി മാറ്റണമേ. എന്താ കുതിരയുടെ പ്രത്യേകത? അതിന്റെ ശരീരം, അതിന്റെ ക്ഷീണം, അതിന്റെ തളർച്ചയൊന്നും അതിന്റെ വിഷയമല്ല. കാഹളമൂതാൻ തുടങ്ങുമ്പോൾ, യോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കാഹളമൂതുമ്പോൾ യുദ്ധത്തിനായി ഒരുങ്ങുന്നവനാണ് കുതിര. അവന് കാഹളമാണ് പ്രശ്നം, അവന് വിശപ്പല്ല പ്രശ്നം, അവന് മറ്റൊന്നല്ല പ്രശ്നം. ആത്മാവിന്റെ കാഹളം കേട്ടാൽ ഓ, പ്രാപിച്ചോ പ്രാപിച്ചോ പ്രാപിച്ചോ. തീ വ്യാപരിക്കുന്നു, തീ വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ തീ വ്യാപരിക്കുന്നു, അഭിഷേകത്തിന്റെ തീ വ്യാപരിക്കുന്നു. 2026 പുതിയ ഫലം നിന്റെ മേൽ വന്നിറങ്ങുകയാണ്. ഓ, ദൂതന്മാരുടെ സഹായങ്ങൾ ഈ ദിവസങ്ങൾ നിനക്കുണ്ടാകാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. അവൻ സ്തോത്ര. ദൂതൻ അവൻ വെറുതെ ഇറങ്ങുന്നവനല്ല, ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിയ യെരൂശലേമിന്റെ ദൈവസഭയ്ക്ക് വേണ്ടി അവൻ കാരാഗൃഹത്തിൽ ഇറങ്ങിയവന്റെ പേരാണ് ദൂതൻ. അങ്ങനെയെങ്കിൽ ദൗത്യത്തിന് വേണ്ടി ദൈവസഭ എന്നിറങ്ങും അന്ന് ദൂതന്മാരുടെ സഹായങ്ങൾ ആത്മമണ്ഡലത്തിൽ തുറക്കപ്പെടും. സുവിശേഷീകരണത്തിന് വേണ്ടി സഭ എന്നിറങ്ങുന്നു, അന്ന് ദൂതന്മാരുടെ ആത്മതലങ്ങൾ തുറക്കപ്പെടും. എല്ലാ പ്രതിസന്ധികളും മാറും. അസാധാരണ വീര്യ പ്രവർത്തികൾ ചില പുതിയ കൃപാവരങ്ങൾ നിന്റെ മേൽ വീഴുന്നു, അഭിഷേകം നിന്റെ മേൽ വീഴുന്നു, പരിശുദ്ധാത്മാവിന്റെ തീ നിന്റെ മേൽ വീഴുന്നു, ദൈവശക്തി നിന്റെ മേൽ വീഴുന്നു. അസ്ഥി സൈന്യമാകുന്ന സമയമാണ്. സ്തോത്ര. യാക്കോബ് ഇസ്രായേലാകുന്ന സമയമാണ്. യേശുവിന്റെ നാമത്തിൽ പിന്മടയുടെ സീസണാണ്. ദുർഭൂതങ്ങളുടെയും മന്ത്രവാദികളുടെയും പൈശാചിക മണ്ഡലങ്ങളുടെയും സമയമല്ല. രാജ്യങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുക. നമുക്കറിയത്തില്ല. കോട്ടക്കിണറ്റിൽ അവൻ കിടക്കുന്ന തവളയെ പോലെ പലപ്പോഴും നമ്മൾ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുക. രാജ്യങ്ങളിൽ ആത്മമാരി പെയ്തുകൊണ്ടിരിക്കുക, അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അവൻ അസാധാരണമായിട്ട് ദൈവദാസന്മാരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അവൻ രാജ്യങ്ങൾ ദൈവത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ഈ ഉണർവിനകത്ത് എന്നെ ഉപയോഗിക്കണമേ കർത്താവേ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഓ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടട്ടെ, ദൈവശക്തി നിന്റെ മേൽ വരട്ടെ, അഭിഷേകത്തിന്റെ ശക്തി. ഞാൻ ഈ ദൂത് പറയുമ്പോ തന്നെ ഓ, ചില സ്തോത്രം, ചില ഡിവൈസുകളുടെ അകത്ത്, ചില വീടിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുന്ന
കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ഉണർവിന്റെ ഒരു കൂടാരമായി നിന്റെ വീടിന്റെ പരിശുദ്ധാത്മാവ് മാറ്റുകയാണ്. ആത്മമാരി പെയ്തിറങ്ങുന്ന സ്തോത്രം ഹല്ലേലൂയ ഇടമായി കർത്താവ് നിന്റെ വീടിനെ മാറ്റുകയാണ്. ചിറാപുഞ്ചി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ എല്ലാ ദിവസവും മഴയാ, എല്ലാ ദിവസവും മഴയാ. സ്തോത്രം എന്നതുപോലെ ആത്മമാരി എന്നും പെയ്തിറങ്ങുന്ന ഒരിടമായി നിന്റെ കോമ്പൗണ്ടിനെ പരിശുദ്ധാത്മാവ് മാറ്റുക. നിന്റെ വീട്ടിനകത്തേക്ക് കയറി വരുന്നവൻ അഭിഷേകം പ്രാപിക്കാൻ പോകുക. നിന്റെ വീട്ടിനകത്ത് വരുന്നവൻ കൃപാവരം പ്രാപിക്കാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ളതാണ്. നിന്റെ മുറിക്കകത്ത് ദൈവ സാന്നിധ്യം പറയുക. നിന്റെ കോമ്പൗണ്ടിന് തെക്ക് കിഴക്ക് വടക്ക് വിട്ടാണ്. ദൈവം അതിനെ ഒരു ബഥേസ്തയാക്കി മാറ്റുക. ദൈവം അതിനെ ഒരു ഏദൻ തോട്ടമാക്കി തീർക്കുക. ദൈവം അതിനെ ഒരു ബഥേലാക്കി മാറ്റുക. യേശുവിന്റെ നാമത്തിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന വീടായി നിന്റെ വീടിനെ പരിശുദ്ധാത്മാവ് മാറ്റുന്നു. രോഗങ്ങൾ മാറുകയാണ്. എല്ലാ പാരമ്പര്യ ശാപങ്ങൾ മാറുകയാണ്. പ്രസംഗം കഴിഞ്ഞു. ഇനി നിങ്ങൾ സ്തോത്രം അത് പ്രതീക്ഷിക്കേണ്ട. സ്തോത്രം കരങ്ങൾ അടിച്ച് ചില സമയങ്ങൾ പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് ഭയങ്കര ആത്മാവിന്റെ പ്രവാഹം, ഒരു അഭിഷേകത്തിന്റെ പ്രവാഹം, ഒരു ദൈവശക്തിയുടെ പ്രവാഹം. Yes, Lord, touch your people. Release your anointing. Release your anointing. Release your anointing. Release your anointing. അഭിഷേകം ദുഃഖങ്ങളെ തകർക്കുന്നു. അഭിഷേകം ദുഃഖങ്ങളെ തകർക്കുന്നു. രോഗശക്തികൾ വിട്ടുപോകുന്നു. സാമ്പത്തിക കേസുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറണം. എല്ലാ ലിമിറ്റേഷനുകൾ മാറട്ടെ. വിശാലതകൾ ഉണ്ടാകട്ടെ. വിശാലതകൾ ഉണ്ടാകട്ടെ. തീ മതിലായി ദൈവം കൂടെ ഇരിക്കട്ടെ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ ദൈവം പരിപാലിക്കട്ടെ. സ്തോത്രം. സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയാകും. നീ സമഭൂമിയാകും. ഏത് പർവ്വതം നിന്റെ മുമ്പിൽ അവൻ നിന്നോ അതേ പർവ്വതത്തിൽ നിന്ന് സഭയ്ക്ക് വേണ്ടി ആണിക്കല്ല് വെട്ടിയെടുക്കാം. എന്തിനാണെന്ന് അറിയാമോ? നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി എന്തിനാണെന്ന് അറിയാമോ? അവൻ ആ പർവ്വതത്തിൽ നിന്നാണ് അവൻ സ്തോത്ര സഭയ്ക്ക് വേണ്ടുന്ന ആണിക്കല്ല് വെട്ടിയെടുക്കുന്നത്. ആണിക്കല്ല് വെട്ടിയെടുക്കുന്നത്. പ്രതിസന്ധി കണ്ട് സ്തോത്രം ചെയ്തു, പ്രതികൂലം കണ്ട് സ്തോത്രം ചെയ്തു, പ്രതിസന്ധികളെ കണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. കാരണം അതിനകത്ത് നിന്നാണ് കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. വിശ്വസിക്കുന്നവർ കർത്താവിന് സ്തോത്രം ചെയ്ത് കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ച്, കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ച്. Yes, Lord, this is your time, Holy Spirit. പരിശുദ്ധാത്മാവ് ഇത് അങ്ങയുടെ സമയം, ഇത് അങ്ങയുടെ സമയം. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവിക അഭിഷേകം വ്യാപരിക്കട്ടെ. സ്തോത്രം. ഒരു വലിയ കോൺഫറൻസിന് പോയതുപോലെ, ഒരു വലിയ കൺവെൻഷന് പോയതുപോലെ നിന്റെ റൂമിൽ ഇപ്പോൾ ദൈവത്തിന്റെ മഹത്വം വന്ന് നിറയുകയാണ്. സ്തോത്രം. അനേകായിരങ്ങൾ നിന്റെ കൂടെ ആരാധിക്കുന്നത് പോലെ ഒരു അനുഭവം ചിലർക്കുണ്ടാകുകയാണ്. കണ്ണു തുറന്ന് അവൻ സ്തോത്രം നോക്കിക്കൊണ്ടിരിക്കരുത്, ിരിക്കരുത്. കണ്ണടച്ചോ. യേശുവിന്റെ നാമത്തിൽ നിന്റെ റൂമിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ട്. അഭിഷേകം ഇറങ്ങിയിട്ടുണ്ട്. ദൈവശക്തി ഇറങ്ങിയിട്ടുണ്ട്. ആത്മമണ്ഡലത്തിൽ ആയതുപോലെ ഈ സമയങ്ങൾ ചിലരെ ദൈവം ആത്മമണ്ഡലത്തിൽ എടുക്കുകയാണ്. മൂന്നാം സ്വർഗത്തിന്റെ ആത്മതലങ്ങൾ തുറക്കുകയാണ്. ആത്മവിവശതകൾ തുറന്നു വരികയാണ്. ആത്മവെളിപ്പാടുകൾ തുറന്നു വരികയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എത്ര പേര് പറയും കർത്താവേ, ദേശം അവൻ വ്യർത്ഥ ആരാധന കൊണ്ട് നിറയുന്നത് കണ്ടിട്ട്, അവൻ സ്തോത്ര മിഥ്യാമൂർത്തികൾ, അവൻ ഗൃഹബിംബങ്ങൾ നിറയുന്നത് കണ്ടിട്ട്, എന്റെ ദൈവമേ, ഇന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു, ഒരു മഴ അയക്കണമേ. ഹല്ലേലൂയ. പശ്ചാത്തലം അതാ കേട്ടോ, പശ്ചാത്തലം അതാ കേട്ടോ. പിന്മഴ വേണമെന്ന് ദൈവം പറഞ്ഞതിന്റെ പശ്ചാത്തലം അതാണ്. അവൻ സ്തോത്രം. ഹല്ലേലൂയ. മിഥ്യാമൂർത്തികളും അവൻ സ്തോത്ര ഗൃഹബിംബങ്ങളും നിറഞ്ഞിരിക്കുക. ഇതുപോലെ ഉണർവിന് പറ്റിയ മറ്റൊരു സമയമില്ല. കണ്ണുകൾ അടച്ച് യേശുവിന്റെ നാമത്തിൽ അനിഭാഷ പ്രാപിച്ച ദൈവങ്ങൾ അനിഭാഷകളിൽ പ്രാർത്ഥിച്ചു. Thank you, Lord. Glory unto the name of Jesus. Touch the people now. Release your anointing. മിന്നൽ പിടരുകൾ, മിന്നൽ പിടരുകൾ, മിന്നൽ പിടരുകൾ, മിന്നൽ പിടരുകൾ, മിന്നൽ പിടരുകൾ. യേശുവിന്റെ നാമത്തിൽ ഗൃഹബിംബങ്ങൾ തകരണം പിതാവേ. മിഥ്യാശക്തികൾ ഉട്ടയണം കർത്താവേ.
അവൻ ജെസ്സി 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 സിസ്റ്റർ കർത്താവ് പറയുന്നു സ്തോത്രം, നിങ്ങളുടെ ദേശത്ത് കർത്താവ് ചിലത് ചെയ്യാൻ പോവാ കേട്ടോ. നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ എവിടെയാന്ന് എനിക്കറിയില്ല, പക്ഷെ കർത്താവ് പറയുന്നു ഈ ദിവസങ്ങളിൽ മകളെ ദൈവം നിന്നെ ദബോറയെ പോലെ ഉപയോഗിക്കാൻ പോവാ. ചില സീസറയുടെ തലകളെ തകർക്കുന്ന ആത്മാവിന്റെ ഉളികൾ, ആത്മാവിന്റെ ഹല്ലേലൂയ ചില കൂടാര കുറ്റികൾ ദൈവം നിന്റെ കൈ തരാൻ പോവാ. സ്തോത്രം ജെസ്സി, അവൻ യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ചോദിക്കുന്നുണ്ട്. അപ്പച്ചാ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഭൗതികം ഞാൻ ചോദിച്ചില്ല, ഭൗതികം ഞാൻ ചോദിച്ചില്ല, എന്റെ കുടുംബത്തിന്റെ അനുഗ്രഹങ്ങൾ ഞാൻ ചോദിച്ചില്ല. അപ്പാ എന്റെ കുടുംബം അങ്ങയുടെ മഹത്വമായി തീരണം. അവൻ സുവിശേഷത്തിന് വേണ്ടി അവൻ ഞാൻ എന്റെ വാതിലുകളെ തുറന്നിടുന്നു. അപ്പാ അവൻ ഈ 2026 ജെസ്സി യേശുവിന്റെ നാമത്തിൽ 25 തീരുമാനമല്ല. ഈ വർഷം പിറന്നപ്പോൾ നീ കർത്താവിനോട് പറഞ്ഞു, അവൻ എന്റെ അപ്പാ, അവൻ അങ്ങയുടെ പാദത്തിൽ എനിക്ക് കുറെ സമയങ്ങൾ ഇരിക്കണം. മറിയെ പോലെ അങ്ങയുടെ പാദത്തിൽ ഇരുന്ന് അവൻ അങ്ങയിൽ നിന്ന് എനിക്ക് പ്രാപിക്കണം. അവൻ നീ നിത്യതയുടെ ദർശനം കണ്ടവളാ. അവൻ അദ്ദേഹം പിതാക്കന്മാരുടെ മേൽ പകരപ്പെട്ട അഭിഷേകം നീ കണ്ടിട്ടുണ്ട്. അവൻ നീ പലരിൽ നിന്ന് അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്. അവൻ ദൈവം പറയുന്നു യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ പാരമ്പര്യം അവൻ സ്തോത്രം തിമോത്തിയോസിലെയോ അവൻ പൗലോസ് കണ്ടതുപോലെ കുഞ്ഞെ അവൻ കർത്താവ് പറയുന്നു നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ 6ാമത്തെ മാസം ദൈവം നിന്റെ മേലൊരു അഭിഷേകം ഇട്ടതാണ്. യേശുവിന്റെ നാമത്തിൽ യിരെമ്യാവിനെ പോലെ കരയാൻ ഒരു അഭിഷേകം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ആമേൻ. നീ ഈ കാലഘട്ടത്തിൽ എന്റെ വചനം എടുക്കും. ആമേൻ സ്തോത്രം. നീ അനേക ഗ്രൂപ്പുകളെ ആത്മാവിൽ ഉണർത്തും. നിന്റെ വായിൽ എന്റെ വചനം തീയും. എന്റെ ജനത്തെ ഞാൻ വിറകുമാക്കും. ഈ ദിവസത്തിൽ ഈ വർഷം പകുതിയാകുന്നതിന് മുൻപേ ദൈവാത്മാവ് പറയുന്നു ശക്തമേറിയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു അഭിഷേകം ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഇടും. നിന്റെ വിളി അതാണ്, നിന്റെ വിളി അതാണ്. ആമേൻ. വർഷങ്ങളായിട്ട് നീ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ മോശെ ഇപ്പൊ കത്തുന്ന തീ, that is not an ordinary fire. ആമേൻ. ഒത്തിരി മുൾപടർപ്പുകൾ കത്തുന്നത് അവൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കത്തുന്നത് സാധാരണ മുൾപടർപ്പല്ല. സ്തോത്രം. ലോകത്ത് ആമേൻ സിനായി മലയ്ക്കകത്തുണ്ട് അവൻ ചൂട് കൊണ്ട് കത്തുന്ന അവൻ സ്തോത്രം മുൾപടർപ്പല്ല. അവൻ ഇത് സ്വർഗത്തിന്റെ തീ കൊണ്ട് കത്തുന്ന മുൾപടർപ്പ. ഈ മാസങ്ങളിൽ സിസ്റ്ററെ കർത്താവ് പറയുന്നു അവൻ നിന്റെ റൂമിനകത്ത് യേശു ഇറങ്ങും. ഈ ദൂത് പറയുന്ന ശരീരം മുഴുവൻ ദൈവശക്തി ഇറങ്ങുന്നു, അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങുന്നു. ആമേൻ. നീ ഒരു തീജ്വാല പോലെ ജ്വലിക്കുന്ന സമയങ്ങൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഈ മീറ്റിംഗ് നിനക്ക് വേണ്ടിയിട്ടാ. ഈ ആഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ആരൊക്കെ അഭിഷേകവും ദൈവകൃപ ഏറ്റെടുക്കുന്നു എനിക്കറിയില്ല. പക്ഷെ സിസ്റ്റർ ഒരു കാര്യം ഉറപ്പാ, ഈ പ്രാർത്ഥന തീരുന്നതിന് മുൻപേ ആമേൻ സ്തോത്രം ദൈവം ചില ഉറപ്പുകളും ആമേൻ ദൈവം ചില ദൈവ ശബ്ദങ്ങളും ആമേൻ ചില നിയോഗങ്ങളും ഒക്കെ തന്ന് ആമേൻ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. സ്തോത്രം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ജെസ്സി നിന്നെ നോക്കി ദൈവം പറയാൻ ആഗ്രഹിക്കുന്നു, ഇവൾ എന്റെ മകളാ. ആമേൻ സ്തോത്രം. എന്റെ ഇഷ്ടം ചെയ്യാൻ ആമേൻ സ്തോത്രം ഞാൻ അവളെ കണ്ടിരിക്കുക. നിന്റെ അന്യഭാഷ മാറും സിസ്റ്ററെ, നിങ്ങളുടെ അന്യഭാഷ മാറും സിസ്റ്ററെ. പുതിയ ഭാഷകൾ നിങ്ങളുടെ നാവിൽ വരും സിസ്റ്ററെ. കർത്താവിന്റെ നാമത്തിൽ പ്രവചിക്കാൻ പോകുക. അനേക ക്ഷീണിച്ച തളർന്നവരെ ഉയർത്തുന്നതായിരിക്കും നിന്റെ വിളി. അവൻ അനേകരെ ബലപ്പെടുത്തുന്ന വിളി അവൻ നിന്റെ മേൽ കർത്താവ് ഇട്ടിരിക്കുക. ശിഷ്യന്മാരുടെ നാവ് ദൈവം തന്നിരിക്കുക, തളർന്നിരിക്കുന്നവരെ താങ്ങേണ്ടതിന്. കർത്താവ് പറയും നിങ്ങളുടെ അടുത്ത് വരുന്നവർ 10-5 മിനിറ്റ് നിങ്ങളുടെ കൂടെ ഇരുന്നാൽ അവൻ ആത്മാവിൽ ബലപ്പെടും, ശക്തിപ്പെടും. അനേക ഫേബമാരും ദബോറമാരും ആമേൻ സ്തോത്രം ഈ കാലഘട്ടത്തിന്റെ യൗവനക്കാരുത്തികളായ കുഞ്ഞുങ്ങളെ ആത്മാവിൽ ഒരുക്കിയെടുക്കുവാനല്ലോ മകളെ ഞാൻ നിന്നെ കണ്ടതെന്ന് പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാട്. നീ കയറിവാ, നീ ആത്മാവിൽ കയറിവാ. സന്തരാജ വൈടകട്ടി വേദികെട്ടി ഭൂതവാനം അടകവാനം ചൂരവട്ടം ഭൂതവരവൗഷാന്തര ഈന്തപ്പനയുടെ കീഴിൽ അവൾ ഇരിക്കുന്നത്. മര്യാദയ്ക്ക് ഒരു കൊട്ടാരം പോലും ദബോറയ്ക്കില്ല. പ്രൈസ് ഗോഡ്. ഹാലലുയ. മര്യാദയ്ക്ക് ഒരു സ്ഥലം പോലും അവൾക്കില്ല. പക്ഷെ ഈന്തപ്പനയുടെ കീഴിലാണ് ഇരിക്കുന്നതെങ്കിലും പരിശുദ്ധാത്മാവ് അവളുടെ മേലുണ്ട്. സ്വതന്ത്രം. നീ ന്യായപാലനം ചെയ്യാൻ പോവാ യേശുവിന്റെ നാമത്തിൽ. ഗ്രേസി അബ്രഹാം
യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം കഥടെ. അങ്കിൾ ആന്റി, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു യേശുവിന്റെ നാമത്തിൽ ദൈവഹിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഈ വർഷം നിങ്ങളെ നടത്തും. ആമേൻ. ചുങ്കക്കാരനായ മത്തായിയുടെ ഭവനം, ആമേൻ, സ്തോത്രം, വേശ്യകളും പാപികളും വന്ന് നിറഞ്ഞു. ആമേൻ. യേശു അവിടെ ഉണ്ടെന്ന് കേട്ടിട്ട് ആൾക്കാർ വന്നു. ആമേൻ. ഹല്ലേലൂയ. ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഇടമായി നിങ്ങളുടെ വീടിനെ ഞാൻ കാണുകയാണ്. ഭാരതത്തിന്റെ, ഇന്ത്യയുടെ ഭൂപടം അവിടെ ഉണ്ടോ എന്നറിയില്ല, ലോകരാജ്യങ്ങളുടെ ഭൂപടം ഉണ്ടോ എന്നറിയില്ല. ഇല്ലെങ്കിൽ പോയി മേടിച്ചോണം. ആമേൻ. നിങ്ങളുടെ ഭിത്തിക്കകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. അത് പതിക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കാൻ. പ്രൈസ് ഗോഡ്. ആമേൻ. സ്തോത്രം. അങ്കിൾ ആന്റി, കർത്താവ് പറയുന്നു ലോകരാജ്യങ്ങൾ ഉണർവിന് വേണ്ടി കണ്ടതാ കേട്ടോ. പ്രാർത്ഥിച്ചോണം. നിങ്ങളുടെ മേലെ ഒരു പ്രാർത്ഥനയുടെയും യാചനയുടെയും ആത്മാവിനെ കർത്താവ് പറയുന്നു അപ്പനെ പോലെ അമ്മയെ പോലെ നിൽക്കാൻ കർത്താവ് വിളിച്ചിരിക്കുക കേട്ടോ. അപ്പനെ പോലെ അമ്മയെ പോലെ നിൽക്കാൻ വിളിച്ചിരിക്കുക. ആത്മമണ്ഡലത്തിൽ കർത്താവ് ആമൻ എന്നെ കാണിക്കുന്നു. അവൻ അനേകം മക്കളെ കരം പിടിച്ച് ഉയർത്താൻ കർത്താവ് കണ്ടിരിക്കുക. പുതിയ നിയമ ആലയത്തിൽ ആമൻ, സ്തോത്രം, ഒരു ഹന്നയും ഒരു ശിമയോനും ഉണ്ടായിരുന്നു. യേശു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ശിമയോൻ പറഞ്ഞു, ഇപ്പോൾ നാഥാ സമാധാനത്തോടെ അയക്കുക, എന്റെ ജാതികൾക്ക് ഒരുക്കിയ രക്ഷ എന്റെ കണ്ണ് കണ്ടല്ലോ. ശിമയോൻ കുഞ്ഞിനെ കയ്യിലെടുത്തതുപോലെ ദൈവാത്മാവ് പറയുന്ന അനേക മക്കളെ കയ്യിലെടുക്കും. ആമൻ. അവരെ ആത്മാവിൽ താലോലിക്കും, അവരെ ബലപ്പെടുത്തും. സുവിശേഷീകരണത്തിന് വേണ്ടി അവരെ ബലപ്പെടുത്തിയെടുക്കും. ജഗദമ്മ ജഗദമ്മ റീമോ ഖോദോ റുബോ സിഖി മിനി വിയാ ധുരാജന ആമൻ. ഇന്ന് പറഞ്ഞ വചനത്തിൽ നിന്ന് ഒരു വാക്യമാണ് എനിക്ക് വേണ്ടി ഞാൻ പറയുന്ന ആത്മാവ് പറയുന്നത്. ആമൻ. സ്തോത്രം. ആമൻ. സ്തോത്രം. യോശുവയെ പിശാച് അവൻ അവന്റെ വസ്ത്രം നോക്കി. ആമൻ. സ്തോത്രം. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൽ അവൻ അവന്റെ വസ്ത്രത്തിനകത്ത് ചിലത് കണ്ടിട്ട് ആമൻ. സ്തോത്രം, അവനെതിരെ കുറ്റമാരോപിച്ചപ്പോ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്. ആമൻ. പിശാചേ, തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാണ്. ആമേൻ. ഹല്ലേലൂയ. ഓ സ്തോത്രം. ആന്റി, ജഗദമ്മാന്റെ യേശുവിന്റെ നാമത്തിൽ കർത്താവ് പറയുന്നു, നിന്നെ ഞാൻ തീയിന്ന് വലിച്ചെടുത്തതാണ്. നിന്നെ ഞാൻ തീയിന്ന് വലിച്ചെടുത്തതാണ്. ആമൻ. നിനക്കെതിരെ പല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പിശാച് അഴിച്ചുവിടാൻ നോക്കിയതാ. പക്ഷെ നീ പറഞ്ഞൊരു വാക്കുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർതിരിക്കുന്നതാ കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതോ വരാനുള്ളതോ ഉയരമോ ആഴമോ മറ്റ് യാതൊരു കിട്ടിയോ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന്. ആന്റി, കർത്താവ് പറയുന്നു, കർത്താവിനോട് ചേർന്ന് നിന്നത് കർത്താവ് ഓർക്കുന്നുണ്ട് കേട്ടോ. ആമൻ. എല്ലാവരും പോയില്ലേ? ആമൻ. കൂടെ ഇറങ്ങിയ പലരും ആമൻ. സ്തോത്രം, നിന്നെ പഴിച്ചില്ലേ, നിന്ദിച്ചില്ലേ, പരിഹസിച്ചില്ലേ? പക്ഷേ ഈ വർഷം ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നിന്നോട് ഞാൻ പറയുന്നു, ആമേൻ. ജഗദമഹ, ആമൻ. ഈ വർഷം നിന്റെ നിന്ദകൾ ഞാൻ മാറ്റും, പരിഹാസങ്ങൾ ഞാൻ മാറ്റും. നിന്നെ ഞാൻ ഒരു പ്രശംസ കിരീടമായി കണ്ടതാണ്. നിന്റെ മുദ്ര മോതിരമായി നിന്നെ കണ്ടതാണ്. ഈ ദിവസങ്ങളിൽ ബന്ധങ്ങളുടെ നടുവിൽ, ചർച്ചക്കാരുടെ നടുവിൽ ദാവീദിനെ കൊണ്ട് പറഞ്ഞതുപോലെ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അപ്പം പറഞ്ഞു, ഒരുത്തനുണ്ട്, കാട്ടില വിളിച്ചു വരുത്തവനെ, അവൻ വന്നിട്ടല്ലാതെ പന്തിക്കിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതുപോലെ ബന്ധങ്ങളുടെ നടുവിൽ ഒരു ആക്സസ് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ തരാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. ഓ ഡെസ്സി അലക്സ്, യേശുവിന്റെ നാമത്തിൽ എന്റെ കർത്താവിന്റെ ആത്മാവ് ഇന്ന് അങ്ങനെ വ്യക്തമായി സംസാരിക്കുന്നു. അർത്ഥൽ പ്രവാച ഘടകം സീഖാര അർത്ഥൽ കമന ഘടകസി അപ്പൊല്ലോസ് അപ്പൊല്ലോസ് അപ്പൊല്ലോസിനെ അവർ വീട്ടിൽ കൈക്കൊണ്ടു. അക്കില്ലാവും അവർ വീട്ടിൽ കൈക്കൊണ്ടു. അവൻ പിന്നത്തേത് ദൈവരാജ്യത്തിന് വലിയ പ്രയോജനമുള്ളവനായി എന്ന് പറഞ്ഞതുപോലെ. ആമേൻ. സ്തോത്രം, സ്തോത്രം. അങ്കിൾ ആന്റി, പ്രൈസ് ഗോഡ്. അനേകരെ ആത്മാവിൽ ബലപ്പെടുത്തി എടുക്കുവാൻ കർത്താവിനോട് പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ആത്മമണ്ഡലങ്ങൾ അവൻ ഒരു തലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാൻ. അപ്പല്ലോസ് വലിയ വാഗ്മിയൊക്കെയാ, അവൻ വലിയ വാഗ്വൈഭവമൊക്കെ ഉണ്ട്. അവൻ പക്ഷേ അവന്റെ മേൽ ഒരു ആത്മാവിന്റെ കുറവുണ്ടായിരുന്നു. അക്കിലാവിന്റെ ക്രിസ്തുവിന്റെയും കൂടെ വന്ന് താമസിച്ചപ്പോ മടങ്ങു മാറി. അവൻ പിന്നത്തേതിൽ ദൈവരാജ്യത്തിന് വലിയ പ്രയോജനമായെന്ന് വചനം പറയുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവ് ചില മേഖലകളിൽ ചിലരുടെ തെറ്റിദ്ധാരണകൾ മാറ്റി പരിശുദ്ധാത്മാവിൽ ഒരു തലമുറ ദിവസങ്ങളിൽ ഒരുക്കി എടുക്കുവാൻ അവൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനത്തെ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ബോംബെ ബോംബെ അടകജാന ഹത്തുനാഥ
ചില പട്ടണങ്ങളെ പിടിക്കുവാൻ സ്തോത്രം കർത്താവ് നിങ്ങളെ കുടുംബമായിട്ട് ഒരു മിഷണറി കുടുംബമായിട്ട് സ്തോത്രം ഡെസി അലക്സ് നിങ്ങളെ ഒരു കുടുംബമായി മിഷണറി കുടുംബമായി പരിശുദ്ധാത്മാവ് വേണ്ടതാണ്. എഴുന്നേറ്റ് ജനിക്കണം. യെശയ്യാവ് 60:1 കർത്താവ് ദൂതായിട്ട് ഇടപെടും. എഴുന്നേറ്റ് പ്രകാശിക്കുക, എന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഉരുട്ട് ജാതിയെ മൂടുന്നു, അന്ധകാരം ഭൂമിയെ മൂടുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം തേജസ് നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, തലമുറകളുടെ മേൽ ഉദിക്കുക കേട്ടോ, ഉദിക്കുക കേട്ടോ. യേശുവിന്റെ നാമത്തിൽ പിതാവേ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഏലിയാമ്മ ആന്റി, ഏലിയാമ്മ അമ്മച്ചി, പ്രൈസ് ഗോഡ്. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഈ ദിവസങ്ങളിൽ ഒത്തിരി സ്തോത്രം ചെയ്തോണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാറ്റിനും സ്തോത്രം ചെയ്തോണം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. കാരാഗ്രഹത്തിൽ ഇരുന്ന് പൗലോസ് സഭയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്തു പ്രാർത്ഥിച്ചതുപോലെ മകളെ നിന്റെ പ്രാർത്ഥന കർത്താവിന് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. നിന്റെ പ്രാർത്ഥന കർത്താവിന് ഒത്തിരി ഇഷ്ടമാണ്. നിന്റെ അതിരാവിലകളിൽ രാത്രികളിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന സമയങ്ങളിൽ എഴുന്നേറ്റ് നീ പ്രാർത്ഥിക്കുന്നവളാ. കിളിവാതിലുകൾ തുറന്നിട്ട് ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ സ്തോത്രം നിന്റെ പ്രയർ ലൈഫിനകത്ത് സ്തോത്രം പിന്നെയും അധികം അഭിഷേകം ഈ വർഷം ഞാൻ തരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. വൈരി രേഖ എഴുതി പാർസി രാജ്യത്തിന്റെ മാറ്റമില്ലാത്ത നിയമം മാറ്റി എഴുതിയ ദൈവപ്രവർത്തികൾ പോലെ സ്തോത്രം ആന്റി കർത്താവ് പറയുന്നു നിന്റെ പ്രാർത്ഥന സ്തോത്രം ചില ബന്ധനങ്ങളെ അഴിക്കും, ചില നിയമങ്ങളെ പോലും മാറ്റി എഴുതും. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവദാസന്മാർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ദൈവദാസന്മാർക്ക് കഷ്ടത അനുഭവിക്കുന്നതിന്റെ അഭിഷിക്തന്മാർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. രക്തസാക്ഷിത്വത്തിലൂടെ പോയ സ്തോത്രം കുടുംബങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. സ്തോത്രം ഞാൻ നിന്നെ ചില പ്രയർ പോയിന്റുകൾ ദിവസങ്ങളിൽ ഏൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ നീ പ്രാർത്ഥിക്കുമോ? ഈ പ്രായത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു സ്തോത്രത്തിന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാ. ദാനിയേലിനെ പോലെ ഞാൻ എന്റെ പ്രാർത്ഥനയെ വർദ്ധിപ്പിക്കും. സ്തോത്രം. മേദ്യരുടെയും പാർശ്വരുടെയും മാറിക്കൂടാത്ത നിയമം മാറും മകളെ. സ്തോത്ര. ആന്റിയുടെ മേൽ അങ്ങനെ ഒരു അഭിഷേകം ഞാൻ കാണുന്നല്ലോ യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ജയിലിൽ കിടക്കുന്ന ചില ദേവദാസന്മാരെ വിടുവിക്കാൻ സ്തോത്ര ആന്റിയുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ കർത്താവ് കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. സ്തോത്രം. കർത്താവ് ആരോട് ചേർത്ത് പിടിക്കുകയാണ്, കണ്ണിലെ കണ്ണീരൊക്കെ തുടയ്ക്കുകയാണ്, കർത്താവ് അനുഗ്രഹിക്കുകയാണ്, ഒരു പുതിയ കൃപ പകരുവാണ് യേശുവിന്റെ നാമത്തില്. യേശുവിന്റെ നാമത്തിൽ ജസ്നി റോബിന്റെ മേൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു ജസ്നി റോബിൻ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു എന്ന് കർത്താവിനോട് പറഞ്ഞ ദാവീദിനെ പോലെ അവളെ നീ കാത്തിരിക്കുന്ന ചില വിഷയങ്ങളിൽ സ്തോത്രം പ്രാർത്ഥിക്കുന്ന ജാഗരിക്കുന്ന ചില വിഷയങ്ങളിൽ ഈ 26-ൽ കർത്താവ് മറുപടി തരും കേട്ടോ. സ്തോത്രം. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായെന്ന് ദൈവം പറയുന്ന ചില സമയങ്ങൾ ജീവിതത്തിനകത്ത് ദൈവാത്മാവ് പകരുകയാണ്. ജയ ഷാജി ജോയൽ വട്ട പാമ്പാട് യേശുവിന്റെ നാമത്തിൽ ആന്റി കർത്താവ് പറയുന്നു ഏലിയാവിന് തിന്മാൻ കൊടുത്തു, അട കൊടുത്തു, വെള്ളം കൊടുത്തു, എഴുന്നേറ്റ് തിന്നാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. അവൻ പിന്നെയും കിടന്നുറങ്ങി. പ്രൈസ് ഗോഡ്. ദിവസങ്ങളിൽ എല്ലാ ക്ഷീണങ്ങളും പൂർണ്ണമായിട്ട് ദൈവം മാറ്റും. സ്തോത്രം. എല്ലാ തളർച്ചകളും പൂർണ്ണമായിട്ട് മാറ്റും. നിങ്ങളെ കുടുംബമായിട്ട് ദൈവം ഉപയോഗിക്കും. നിങ്ങളെ കുടുംബമായിട്ട് ദൈവം ഉപയോഗിക്കും. നിങ്ങളെ കുടുംബത്തിലുള്ള ഓരോരുത്തരെ ഉപയോഗിക്കാൻ കർത്താവ് പദ്ധതി ഇട്ടിരിക്കുക കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോണം. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും ഓരോ കൃപാവനം ദൈവം തരും. സ്തോത്രം. നിങ്ങൾ ദൈവരാജ്യത്തിൽ വലിയ പ്രയോജനം സ്തോത്രം അനുഭവിക്കുന്ന കുടുംബമായി തീരും. റോമർ 16-ൽ പൗലോസ് ചില കുടുംബങ്ങളെ എഴുതിയതുപോലെ നിന്റെ കുടുംബത്തെയും ദൈവരാജ്യത്തിന്റെ പദ്ധതിക്കകത്ത് എഴുത്തുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. കണ്ടടച്ച് പ്രാർത്ഥിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിച്ച് താങ്ക് യു ലോർഡ്. നിങ്ങൾ ക്ഷീണിച്ചോ? നിങ്ങൾ തളർന്നോ? സ്തോത്രം. ആത്മാവിനൊന്ന് ബലപ്പെട്ടു ഒരു നിമിഷം കൂടി ഒന്ന് പ്രാർത്ഥിച്ച് താങ്ക് യു ലോർഡ്. പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ദാസി നടത്തുന്ന ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്കായി നന്ദിയപ്പച്ച. ദൈവകൃപ വ്യാപരിക്കുന്നതിനായി നന്ദിയപ്പ.
ആമേൻ. സ്തോത്രം. ഓരോ മക്കളോടും നീ ആലോചന അറിയിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയപ്പാ. നിന്റെ സാന്നിധ്യം ഓരോരുത്തരുടെ മേലും ഇറങ്ങുന്നതിനായി സ്തോത്രം. ഡിസ്ക് സംബന്ധമായ എല്ലാ രോഗങ്ങളും സൗഖ്യമാണ്. രോഗമുള്ള സ്ഥാനത്ത് കൈവച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഷോൾഡറുകൾ യേശുവിന്റെ നാമത്തിൽ തൊടുക കേട്ടോ. തൊടുക 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 തൊടുക. ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തിന്റെ ആലയം പണിയാൻ നീ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ ഭൗതിക മണ്ഡലത്തെ ദൈവം തൊടുക. നിന്റെ കൃഷി ഫലത്തെ, മൃഗങ്ങളുടെ പേരിനെ ദൈവം തൊടുക. നീ തൊട്ടത് അപ്പന്റെ ഹൃദയമാണ്. ദൈവത്തിന്റെ ആലയം പണിയാൻ പ്രവചിച്ച സക്കറിയാവേ, അവൻ സ്തോത്ര കൂടെ നിന്നവരെ നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ത്യയിൽ ദൈവാലയം പണിയപ്പെടണം. അവൻ ലോകരാജ്യങ്ങളിൽ ദൈവിക ഉണർവിന്റെ പിന്മാരി പെയ്യണം. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ പ്രിയരെ. ഒരു നിമിഷ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. Thank you, Lord Jesus. Glory unto the name of Jesus. ഭാഷ സംസാരിക്കാമോ? യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപദൂരത്തിൽ തോൽവിയേറ്റതാ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപനുകത്തിൻ തോൽവിയേറ്റതാ. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അപാപിതാവേ ഹോ, അപാപിതാവേ രാമനാണ്ടേ ഹോ ശേഖലി ബാലമൗടവരെ അരബരബരവേ സന്ധുരാധരേ. 2026 ഒരു പുതിയ ആത്മമണ്ഡലം കൊതിക്കുന്നവരുണ്ടെങ്കിൽ, ആത്മതലത്തിൽ എനിക്ക് മുന്നേറുന്ന ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ കരം ഉയർത്തിപ്പിടിച്ചു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ തേജസ്സും അഭിഷേകവും ദൈവശക്തി നിറയുന്ന ഈ പ്രഭാതത്തിനായി നന്ദി. ഓ ടച്ച് യുവർ പീപ്പിൾ. കരം ഉയർത്തി ഓരോ മക്കളെ കരം പിടിക്കണപ്പ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ആത്മാവരെ നടത്തണം. ബുദ്ധിയല്ല, ചിന്തകളല്ല, അവരുടെ ഇഷ്ടങ്ങളിലല്ല, പരിശുദ്ധാത്മാവിൽ നടക്കാൻ ഈ വർഷം അവരെ സഹായിക്കണം. നിന്റെ ഇഷ്ടമെല്ലാം ചെയ്യാൻ അവരെ ബലപ്പെടുത്തണം. ഉണർവിന്റെ ശക്തിയേറിയ പാത്രങ്ങളായി ദൈവാത്മാവ് ഉപയോഗിക്കണം. മാവ് കുറയാതെ, കലശത്തിൽ എണ്ണ വറ്റാതെ ഒരു പകർച്ച ഉണ്ടായതുപോലെ ഇപ്പോൾ ഒരു പകർച്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നും കുറയരുത് കർത്താവേ. വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുവാൻ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവരാജ്യത്തിന്റെ വലിയ നിറവിന്റെ നിറകുടങ്ങളാക്കി ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ പകലിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഞാൻ ഈ പഴുതുള്ള കരം, എത്ര ഡിവൈസിൽ നിന്ന് കേൾക്കുന്ന മക്കളുണ്ടോ അവിടെ ശിരസിന്മേലെല്ലാം അവിടുത്തെ കരം വന്ന് പതിയട്ടെ, കരം വന്ന് പതിയട്ടെ. യഹോവയുടെ കൈ എസെക്കിയേലിന്റെ മേൽ, ഏലിയാവിന്റെ മേൽ വന്നതുപോലെ മക്കളുടെ മേൽ കരം വരട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമൃദ്ധിയുള്ള, സന്തോഷമുള്ള, അഭിഷേകമുള്ള, ദൈവകൃപയുള്ള, ദൈവശക്തിയുള്ള, ദൈവ തേജസ്സുള്ള അനുഗ്രഹിക്കപ്പെട്ട 2026 ലേറ്റ് ആയിട്ടാണെങ്കിലും നിന്റെ മക്കൾക്ക് ഞാൻ ആശംസിച്ച് യേശുവിൻ നാമത്തിൽ ഉള്ളം തുറന്ന് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യെസ് ലോർഡ്, ഒരു പിന്മാരി പെയ്തിറങ്ങി വലിയ ദൈവപ്രവൃത്തിയും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്ക്
നന്ദി. എല്ലാ മഹത്വവും സ്തുതിയും ആരാധനയും പുകഴ്ചയും ഞങ്ങളുടെ യേശു കർത്താവിന് ഞങ്ങൾ അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവ തേജസ് കൊണ്ട് ഞങ്ങളെ നിറച്ചതിനായി, സാന്നിധ്യം കൊണ്ട് പൊതിഞ്ഞതിന് നന്ദി. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ ചിരിക്കുന്ന മുഖത്തോടെ കർത്താവിനെ സ്തുതിച്ച്, സന്തോഷത്തോടെ സ്തുതിച്ച്, കരങ്ങൾ വീശി സ്തുതിച്ച്, ആരാധന കൊടുത്ത്, മഹത്വം കൊടുത്ത്, സ്തുതി സ്തോത്രങ്ങൾ കൊടുത്ത്, ഈ വർഷത്തിനായിട്ട് നന്ദി പറഞ്ഞ് വലിയ പിന്മാരി പെയ്തിറങ്ങിയതിനായി, വരും ദിവസങ്ങൾ അത് അനുഭവിക്കുന്നതിനായി അന്ധകാര ശക്തികൾ, പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ എല്ലാം തകർന്ന് വലിയ മിന്നൽ പിണരുകളും മാരികളും പെയ്തിറങ്ങുന്ന വർഷമായി യേശുവിൻ നാമത്തിൽ മാറിയതിനായി നന്ദി. ദൈവമക്കളെ, വിശേഷാൽ കർത്താവിന്റെ ദാസിക്ക്, കുടുംബത്തിന്, എന്നെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചതിന് ആമേൻ, സ്തോത്രം. കേട്ടിരുന്ന നിങ്ങൾ എല്ലാവർക്കും ദൈവത്തിൽ നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനായിട്ട് നിൽക്കാം. ഗോഡ് ബ്ലസ് യു ആൾ. പ്രാർത്ഥനയ്ക്കായി നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങളെ ഓർക്കുക. ആമേൻ. മലബാറിൽ ഞങ്ങൾ ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നു. ആമേൻ, സ്തോത്ര. പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ഗോഡ് ബ്ലസ് യു ആൾ. ബൈ ബൈ. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്.